ഗുഡ് ഈവനിങ്. നമുക്ക് തുടങ്ങാം അല്ലേ? Yes, sir. ഓക്കെ. ഇതില് ജോയിൻ ചെയ്തവരെല്ലാം മലയാളികൾ തന്നെയാണോ? ഏതെങ്കിലും നോൺ മലയാളീസ് ഉണ്ടോ? കേരളക്കാരല്ലാത്തവരുണ്ടോ? Any from outside Kerala? I think ആരും ഒന്നും പറഞ്ഞില്ല. Anybody from outside Kerala? ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ, നമ്മള് റിസർച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് SPSS ഈ ഒരു ഡയമെൻഷനിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ ഞാന് കണക്ടിവിറ്റിയുടെ സേഫ്റ്റി വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ ഓൺ ആക്കിയിട്ട് ഞാൻ പിന്നെ ഓഫ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എല്ലാവരും കംഫർട്ടബിൾ ആണ്. അപ്പോൾ നമ്മൾ മലയാളത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇടയ്ക്ക് നമ്മൾ ബൈലിംഗ്വൽ ആയിട്ട് പറയും. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ മൈക്ക് ഓൺ ചെയ്തിട്ട് ചോദിക്കാം. നോ ഇഷ്യൂസ്. നമ്മൾ ഇതിന്റെ ഒരു ലേണിംഗ് ഔട്ട്കം തുടങ്ങിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, എൻ്റെ ഒരു മെത്തഡോളജി എന്ന് പറയുന്നത് റൈറ്റ് ഇൻ എ വേർഡ് ഫയൽ എഴുതിയിട്ട് നമുക്ക് SPSS വരുമ്പോൾ അത് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് കാണിക്കുക. അതിലൂടെ കഴിഞ്ഞ് പോകുമ്പോൾ കൂടെ തന്നെ നമ്മൾ അതിന്റെ കൂടെ ഒരു നോട്ട് എഴുതി പോവുക എന്നുള്ള ഒരു സാധനമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഒരു നോട്ടായിട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ദാറ്റ് ഈസ് ദ മെത്തഡോളജി. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു കൺസേൺ എന്ന് പറയുന്നത്, ഞാൻ ആദ്യം ഇവിടെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് എഴുതാം. നമ്മുടെ ഇതിന്റെ പേര് തന്നെ എന്തായിരുന്നു? റിഗ്രസ് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ SPSS ഡാറ്റ അനാലിസിസിൽ നമുക്ക് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ റീസണിങ് ഉണ്ടെങ്കിൽ ദർ ഇസ് നോ നീഡ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ കാൽക്കുലേഷൻസ് ചെയ്യാൻ അറിയേണ്ട കാര്യം ഒന്നുമില്ല. SPSS സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കാൻ നമ്മുടെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. നമുക്കൊരു ആപ്റ്റിറ്റ്യൂഡ് വരണം, സ്റ്റാറ്റിസ്റ്റിക്സിനോട് ഒരു താല്പര്യം ഉണ്ടാവുക എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് റീസണിങ് ഉണ്ടാവുക എന്ന് പറയുന്നത്. ഏത് സ്റ്റാറ്റിസ്റ്റിക്സ് എപ്പോൾ ചെയ്യും? ദാറ്റ് ഇസ് സ്റ്റാറ്റിസ്റ്റിക്കൽ റീസണിങ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ വി ക്യാൻ ഡു എനി സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, ത്രൂ SPSS. ഓക്കെ, ഇനി ഞാൻ ലേണിംഗ് ഔട്ട്കംസ് ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾ യു വിൽ ബി മാസ്റ്റർ. ഗെറ്റിംഗ് മാസ്റ്ററി എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഗെറ്റിംഗ് മാസ്റ്ററി. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വെറുതെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ പോവുക, ഓൺലൈൻ ആണ് അതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് കേൾക്കുക എന്നുള്ളതല്ല. നമ്മള് നെക്സ്റ്റ് ക്ലാസ് തൊട്ട് നിങ്ങൾക്ക് SPSS ഉണ്ടായിരിക്കും. അത് അവര് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതിന്റെ രീതിയെല്ലാം കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും. അതുപോലെ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻ കേസ് ആർക്കെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടെ ഇത് ഇരുന്ന് കേൾക്കുക. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കയറുമ്പോൾ അത് അതിൻ്റെതായ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടണം എന്നുള്ളത്. ഈ ഒരു ദിവസങ്ങളിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മാറ്റിവെക്കണം എന്നുള്ളത് കൂടെ പറയുന്നു. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് ബേസിക് സ്റ്റാറ്റിസ്റ്റിക്കൽ റീസണിങ് ഉണ്ടാക്കുക, അത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒന്ന്. പിന്നെ അതുപോലെ തന്നെ ഓപ്പറേഷണൽ ആസ്പെക്ട്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇത് ചെയ്യുക ത്രൂ SPSS. SPSS എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ നിങ്ങൾക്ക് ഒന്നും സംശയിക്കാനില്ല. ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ കൃത്യമായി മാനേജ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഈ ഒരു സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ നമ്മുടെ സെഷനിലെ പ്രധാനമായിട്ട് SPSS പരിചയപ്പെടുന്നതിന്റെ കൂടെ തന്നെ ആദ്യമായിട്ട് ഒരു ഡാറ്റ അനാലിസിസിനെ നമ്മൾ മുൻനിർത്തി ഇതിന്റെ റിസർച്ചിന്റെ ഒരു ബേസിക്സിലേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ റിസർച്ച് എന്ന് പറയുമ്പോൾ റിസർച്ച് സ്റ്റാർട്ട്സ് വിത്ത് പ്രോബ്ലം എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ഒരു പ്രോബ്ലം, ഒരു പ്രശ്നം, അതിനെ നമ്മൾ
പ്രോബ്ലം എന്ന് പറയുമ്പോൾ അതൊരു നെഗറ്റീവ് ആയിട്ട് എടുക്കണ്ട, ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഒരു റിസർച്ച്. ഈ ടോപ്പിക് അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലം എന്തായിരിക്കണം? ആ പ്രോബ്ലം ഒരു നോവൽ പ്രോബ്ലം ആയിരിക്കണം, എന്തെങ്കിലും ഒരു പുതുമ ഉണ്ടായിരിക്കണം, ഇന്നവേറ്റീവ് ആയിരിക്കണം, നോട്ട് എ ഡ്യൂപ്ലിക്കേഷൻ. ഒരു ഡ്യൂപ്ലിക്കേഷൻ ആവാതിരിക്കണം, ഒരു ഡ്യൂപ്ലിക്കേറ്റ് സംഭവം ആവരുത്, വേറെ ആരും ചെയ്തൊരു സാധനം ആവരുത്. അതാണ് നമ്മുടെ ഈ ഒരു പ്രോബ്ലത്തിന്റെ സംഭവം. അതുപോലെ തന്നെ സിമ്പിൾ ആൻഡ് സെൽഫ് എക്സ്പ്ലനേറ്ററി, അല്ലെങ്കിൽ സിമ്പിൾ ആൻഡ് ക്ലിയർ. ഒരു ക്ലിയർ പ്രോബ്ലം ആയിരിക്കണം. ഇങ്ങനെ ആയിരിക്കണം ഒരു പ്രോബ്ലം. ഒരു പ്രോബ്ലം എടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏരിയ നമ്മൾ സെലക്ട് ചെയ്യും. ഹൗ ഡു വി സെലക്ട് എ പ്രോബ്ലം? എങ്ങനെയാണ് നമ്മൾ ഒരു പ്രോബ്ലം സെലക്ട് ചെയ്യുന്നത്? പ്രോബ്ലം അതല്ലെങ്കിൽ ടോപ്പിക് ഇൻ റിസർച്ച്. ഒരു ടോപ്പിക് റിസർച്ച് നമ്മൾ സെലക്ട് ചെയ്യുന്നതിന്റെ ക്രൈറ്റീരിയ എന്തൊക്കെയാണ്? ഒന്ന് നമ്മുടെ ഇൻട്രസ്റ്റ് ആണ്, ഇൻട്രസ്റ്റ് ഓഫ് ദ സ്കോളർ. സ്കോളറിന്റെ ഇൻട്രസ്റ്റ്. നിങ്ങൾ ഒരു സ്കോളറാണ്, നിങ്ങൾ ഒരു റിസർച്ചർ ആണ്, നിങ്ങളുടെ ഇൻട്രസ്റ്റ് ആണ് ഇതിൽ സെലക്ട് ചെയ്യുന്ന ഒരു കാര്യം. എനിക്ക് ഇന്റലിജൻസിൽ റിസർച്ച് ചെയ്യാൻ താല്പര്യമുണ്ട്, എനിക്ക് മെന്റൽ ഹെൽത്തിൽ റിസർച്ച് ചെയ്യാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ചില ആളുകൾക്ക് അക്കാഡമിക് സെൽഫ് കൺസെപ്റ്റിൽ റിസർച്ച് ചെയ്യാൻ താല്പര്യം, ചിലർക്ക് സ്കീസോഫ്രീനിക് ആയിട്ടുള്ള ആളുകളിൽ റിസർച്ച് ചെയ്യാൻ താല്പര്യം, ചിലർക്ക് ഡിസബിലിറ്റി ഉള്ള കുട്ടികളിൽ റിസർച്ച് ചെയ്യാൻ താല്പര്യമുണ്ട്, ഇമോഷണൽ ഇന്റലിജൻസ്, ഇങ്ങനെ വേരിയസ് ഡയമെൻഷനിൽ റിസർച്ച് ചെയ്യാൻ താല്പര്യമുണ്ടായിരിക്കും. ആ ഒരു താല്പര്യം തന്നെയാണ് റിസർച്ചിന്റെ ആധാരം എന്ന് പറയുന്നത്. നിങ്ങൾ റിസർച്ചിൽ ഒരു താല്പര്യമുള്ള ഏരിയ ഉണ്ടെങ്കിൽ ആ ഏരിയയിൽ പുതുമകൾ കണ്ടെത്താൻ ശ്രമിക്കുക എന്നതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. സോ ഹൗ ഡു ഐ ഗോ ഫോർ എ നോവൽ പ്രോബ്ലം? അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഞാൻ എങ്ങനെ ഒരു നോവൽ പ്രോബ്ലം അതിനെ ആക്കുന്നു? ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഫോർ എക്സാമ്പിൾ ഡിസബിലിറ്റി ആൻഡ് ലേണിംഗ് മൊഡാലിറ്റീസ്. ഡിസേബിൾഡ് ആയ കുട്ടികൾ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ കൺസേൺ. അപ്പൊ ഇനി നിങ്ങൾ നോക്കുന്നത് ഹൗ ഡു ഐ അപ്രോച്ച്, ഐ ഗോ ഫോർ എ നോവൽ പ്രോബ്ലം. ഇനി ഇതിനെ ഞാൻ ഒരു പുതിയ പ്രോബ്ലം ആയിട്ട് ഞാൻ എങ്ങനെയാക്കും? അപ്പൊ അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാല് നമ്മൾ ചെയ്യേണ്ട അടുത്തൊരു സംഭവം എന്താണ്? നമ്മള് വാട്ട് ആർ ദി അവൈലബിൾ സ്റ്റഡീസ്, അല്ലെ? എന്തൊക്കെയാണ് അവൈലബിൾ സ്റ്റഡീസ് ഉള്ളത്? ഈ ഏരിയയിൽ അവൈലബിൾ സ്റ്റഡീസ് എന്തൊക്കെയാണ് അതെനിക്ക് അറിയണം. അപ്പോഴാണ് എനിക്ക് പറ്റുന്നത് വാട്ട് ആർ ടു ബി ഡൺ ഫർദർ. ഇനി എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ അറിയുന്നത് എപ്പോഴാണ്? ആ ഒരു പ്രോബ്ലത്തെ മനസ്സിലാക്കി അതിനെ അപ്രോച്ച് ചെയ്ത് അതിൽ നടന്നിട്ടുള്ള പഠനങ്ങൾ മനസ്സിലാക്കി അതിനാണ് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സാണ്. ഹൗ ഡു വി ഡു ദാറ്റ്? ഹൗ ഡു വി എൻഷുർ ഓൾ ദീസ്? ഇതൊക്കെ നമ്മൾ എങ്ങനെ എൻഷുർ ചെയ്യുന്നു? അതിനാണ് നമ്മൾ പറയുന്ന അടുത്തൊരു സ്റ്റെപ്പ് എന്താണ്? ദാറ്റ് ഈസ് വെരി സിഗ്നിഫിക്കന്റ്, റിവ്യൂ ഓഫ് റിലേറ്റഡ് സ്റ്റഡീസ്, അല്ലെ? ഇത് വളരെ സിഗ്നിഫിക്കന്റ് ആണ്. ഒരു സ്റ്റഡിയിൽ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയ ഒരു പാർട്ടാണ് റിവ്യൂ ഓഫ് റിലേറ്റഡ് സ്റ്റഡീസ്. നമ്മൾ നേരത്തെ ഈ ഡിസബിലിറ്റി ആൻഡ് ലേണിംഗ് എന്ന് പറയുന്ന ഏരിയയിൽ നേരത്തെ ആളുകൾ നടത്തിയിട്ടുള്ള പഠനങ്ങളുടെ ഒരു സമ്മറി ഞാൻ മനസ്സിലാക്കുന്നു. എന്തൊക്കെ അവർ പഠിച്ചിട്ടുണ്ട്? ഡിസബിലിറ്റി, വിഷ്വൽ ഇമ്പയർമെന്റിനെ കുറിച്ച് കുറെ ആളുകൾ പഠിച്ചിട്ടുണ്ട്, ഹിയറിംഗ് ഇമ്പയർമെന്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, ലേണിംഗ് ഡിസബിലിറ്റിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, ലോക്കോമോട്ടർ ഡിസബിലിറ്റി, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, ഇതിനെക്കുറിച്ച് എല്ലാ ആളുകൾ പഠിച്ചിട്ടുണ്ട്. എന്റെ താല്പര്യം ഏതാണ്? അതിനകത്ത് ഏത് ടൂൾ ഉപയോഗിച്ചു? വിച്ച് ടൈപ്പ് ഓഫ് ഡിസബിലിറ്റി ഈസ് സ്റ്റഡീഡ് ബൈ ഹും? ആര് പഠിച്ചു? വേർ, എവിടെ പഠിച്ചു? വെൻ, എന്ന് പഠിച്ചു? ഈ സാധനങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. ആരൊക്കെ പഠിച്ചു? 2025 പുതിയ സ്റ്റഡീസ് എന്തൊക്കെയാണ് ഈ ഏരിയയിൽ? അടുത്തത് വാട്ട് ആർ ദെയർ വേരിയബിൾസ്? അവരെ വേരിയബിൾസ് എന്തൊക്കെയായിരുന്നു? എന്തൊക്കെ വേരിയബിൾ ആണ് അവരെടുത്തത്? ഹൗ ഡു ദേ കണ്ടക്ട് ഇറ്റ്? എങ്ങനെ അവർ കണ്ടക്ട് ചെയ്തു? അതായത് അവരുടെ മെത്തഡോളജി എന്താണ്? അത് നമ്മൾ മനസ്സിലാക്കുന്നു. വാട്ട് ആർ ദെയർ ടൂൾസ്, അല്ലെങ്കിൽ നമ്മൾ അതിന് പറയും മെഷേഴ്സ്. അവരെ മെഷേഴ്സ് എന്താണ്? അവരെ ടൂൾസ് എന്താണെന്ന് നമ്മൾ നോക്കുന്നു, അല്ലെ? അവരെ മെഷേഴ്സ്. ഹൗ ഡു ദേ അനാലിസിസ്? ഹൗ ഡിഡ് ദേ അനലൈസ്? അവരെങ്ങനെ അതിനെ അനലൈസ് ചെയ്ത് റിപ്പോർട്ട് എഴുതി? ഇതിനെയൊക്കെ നോക്കുമ്പോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോഴാണ് നമുക്ക് എന്റെ സ്റ്റഡിയിൽ ഇനി എന്ത് പഠിക്കാനുണ്ട്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ അഡ്രസ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാകും what can I do now on the
പ്രസന്റ് വേരിയബിൾ, എന്റെ ഈ പ്രസന്റ് വേരിയബിള് ഓർ ഏരിയ, അതിനകത്ത് ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് അപ്പോഴാണ് എനിക്ക് കിട്ടുന്നത്. ഇത്രയും ചോദ്യങ്ങൾ അഡ്രസ് ചെയ്യുമ്പോഴാണ് ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് കിട്ടുന്നത്, അല്ലെ? ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പൊ ഇത്രയും നമ്മൾ ചെയ്യുമ്പോൾ, അതായത് റിവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്തൊക്കെയാണ് ഡിസബിലിറ്റി സ്റ്റഡീസ് നടന്നിരിക്കുന്നത്, ഏതൊക്കെ ഏരിയയിൽ നടന്നു, എവിടെയൊക്കെയാണ് നടന്നത്, ഏത് സമയത്തൊക്കെയാണ് നടന്നത്, ഏത് വർഷങ്ങളിലൊക്കെയാണ് നടന്നത്, അവരെടുത്തിരിക്കുന്ന വേരിയബിൾ എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിൽ അവർ കണ്ടക്ട് ചെയ്തു, അവരുടെ മെത്തഡോളജി ക്വാളിറ്റേറ്റീവ് ആണോ, ക്വാണ്ടിറ്റേറ്റീവ് ആണോ, കോറിലേഷൻ ആണോ, എക്സ്പെരിമെന്റൽ ആണോ, സർവേ റിസർച്ച് ആണോ, അതന്നെ ഡിസ്ക്രിപ്റ്റീവ് സർവേ ആണോ, നോർമാറ്റീവ് സർവേ ആണോ, ഫിനോമിനോളജി ആണോ, എത്നോമെത്രോളജി ആണോ, എക്സ്പെരിമെന്റിൽ തന്നെ സിംഗിൾ ഗ്രൂപ്പ് ഡിസൈൻ ആണോ, 2 ഗ്രൂപ്പ് ഡിസൈൻ ആണോ, സോളമൻ ഗ്രൂപ്പ് ഡിസൈൻ ആണോ, പാരലൽ ഗ്രൂപ്പ് ഡിസൈൻ ആണോ, ഏതൊക്കെ രീതിയിൽ അവർ ഇതിനെ പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം കുറിച്ചൊരു സമ്മറി നമ്മൾ പഠിച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിനെ എങ്ങനെ ഇനി പുതുമയാക്കാം. ഞാൻ പഠിക്കുമ്പോൾ ഈ തരത്തിലൊന്നും അല്ലാതെ പുതിയൊരു സ്റ്റഡി നടത്തണം, അപ്പോഴേ എന്റെ റിസർച്ചിന് വാല്യൂ ഉള്ളൂ. അങ്ങനെ ഹൗ ക്യാൻ ഐ മേക്ക് ഇറ്റ് ന്യൂ, അല്ലേ? അങ്ങനെയാണ് നമ്മൾ റിസർച്ചിലേക്ക് അടുക്കുന്നത്. ഓക്കെ, ഇനി റിവ്യൂ കിട്ടുന്ന എപ്പോഴാണ്? റിവ്യൂ എവിടുന്നാണ് നമ്മൾ കിട്ടുന്നത്? റിവ്യൂ ചെയ്യുമ്പോഴേ ഒതന്റിക് ആയിട്ടുള്ള ഒതന്റിക് റിസോഴ്സസിലൂടെ നമ്മൾ കടന്നു പോകണം. ഒതന്റിക് റിസോഴ്സസ് എന്ന് പറയുമ്പോൾ ഡാറ്റാബേസുകളായിട്ടുള്ള സ്കോപ്പസ്, വെബ് ഓഫ് സയൻസ്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ABDC, ഓസ്ട്രേലിയൻ ബിസിനസ് ഡീൻസ് കൗൺസിൽ, ABDC, പബ്മെഡ്, നമ്മുടെ ഗൂഗിൾ സ്കോളർ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി നോക്കുമ്പോഴാണ് നമുക്ക് ഒതന്റിക് ആയിട്ട് ഉള്ള റിസർച്ച് സ്റ്റഡീസ് കിട്ടുന്നത്. അവിടെ ഇത്ര വർഷത്തിൽ 2025 വരെ നടന്നിരിക്കുന്ന പഠനങ്ങൾ നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ നടന്നു, ആരൊക്കെ ഏത് രീതിയിൽ പഠിച്ചു, ഏതൊക്കെ രാജ്യങ്ങളിൽ പഠിച്ചു എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇങ്ങനെ നിങ്ങൾക്കൊരു ടൈറ്റിൽ കിട്ടി, ഫൈനലി യു ഗോട്ട് എ ടൈറ്റിൽ, അല്ലേ? ഒരു ടൈറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇനി അതിനകത്ത് ആ ടൈറ്റിലിനെ അനുസരിച്ച് നിങ്ങൾ ഒബ്ജക്റ്റീവ്സും മെത്തഡോളജിയും ഒക്കെ നിങ്ങൾ ഫ്രെയിം ചെയ്യണം. അതാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ 1-2 മോഡൽ ടൈറ്റുകൾ ഇവിടെ എഴുതാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ academic anxiety and social adjustment among primary school students. വയനാടിലെ പ്രൈമറി, ഇതാണ് എൻ്റെ ഒരു സ്റ്റഡി. അപ്പൊ ഞാനിങ്ങനെ നോക്കിയപ്പോൾ വയനാടിനെ കുറിച്ച് കൂടുതൽ ആരും പഠിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നി വയനാടില് ഇങ്ങനെ ഒരു സ്റ്റഡി നടത്താം. ഇതാണ് ദിസ് ഇസ് മൈ ടൈറ്റിൽ 1, ഒരു റിലേഷൻഷിപ്പ് സ്റ്റഡി ഞാൻ നടത്തി. ഇനി വേറൊരു സ്റ്റഡി ഞാൻ എടുത്തു, ടൈറ്റിൽ 2, സെൽഫ് എസ്റ്റീം and level of aspiration of college going youth. ഇങ്ങനെ ഒരു സ്റ്റഡി ഞാൻ എടുത്തു, കമ്പാരറ്റീവ് സ്റ്റഡി. അതായത് നിങ്ങൾ ഇവിടെ കോളേജ് ഗോയിങ്ങില്, ഇവിടെ നിങ്ങൾ പ്രൈവറ്റ് കോളേജിൽ പോകുന്നവര്, ഗവൺമെന്റ് ഓർ ഗവൺമെന്റ് എയ്ഡഡിൽ പോകുന്നവര്, ഇങ്ങനെ ഒരു കമ്പാരിസൺ നിങ്ങൾ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബോയ്സ് ആൻഡ് ഗേൾസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ കമ്പാരിസൺ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് റൂറൽ ഏരിയയിൽ പോകുന്നവര്, അർബൻ ഏരിയയിൽ പോകുന്നവര് എന്നുള്ള ഒരു കമ്പാരിസൺ നിങ്ങൾക്ക് എടുക്കുന്നുണ്ട്. സയൻസ് പ്രോഗ്രാംസ് പഠിക്കുന്നവര്, ബാക്കിയുള്ള സോഷ്യൽ സയൻസ് ആൻഡ് കൊമേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പഠിക്കുന്നവർ, ഇങ്ങനെ ഒരു കമ്പാരിസൺ. മൊത്തത്തിൽ നിങ്ങൾ സെൽഫ് എസ്റ്റീമും ലെവൽ ഓഫ് ആസ്പിരേഷനും കോളേജ് സ്റ്റുഡൻസിൽ കമ്പയർ ചെയ്യുന്ന ഒരു സ്റ്റഡി, അങ്ങനെയും നിങ്ങൾക്ക് എടുക്കാം ഒരു സ്റ്റഡി. ഇനി അടുത്തൊരു സ്റ്റഡി ഞാൻ എക്സാമ്പിൾ പറയാം. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഇടയിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ, ഓക്കെ, എന്തെങ്കിലും കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ചോദിക്കാം. മൂന്നാമത് ഞാനൊരു സ്റ്റഡി നടത്തുന്നത്, ഇവിടെ ഞാൻ സോഷ്യൽ സയൻസ് ആൻഡ് കൊമേഴ്സ്, ഓക്കെ, ഇത് അല്ലെങ്കിൽ ഇതിനെ ഞാൻ ആർട്സ് എന്നാക്കി. ആർട്സ് ആൻഡ് സോഷ്യൽ. മൂന്നാമത്തെ സ്റ്റഡി
a study on the predictors of academic self-concept or predictability of a study on the predictability of emotional intelligence, pro-social behavior, and adjustment on academic self-concept of students with disabilities in Kerala. ഇങ്ങനൊരു സ്റ്റഡി കൊടുത്തു. ഇത് പ്രഡിക്റ്റബിലിറ്റി, നമ്മുടെ അവരുടെ അക്കാഡമിക് സെൽഫ് കൺസെപ്റ്റിനെ ബാധിക്കുന്ന അതിന്റെ പ്രഡിക്റ്റേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുക. ഇമോഷണൽ ഇന്റലിജൻസ്, പ്രോസോഷ്യൽ ബിഹേവിയർ, അഡ്ജസ്റ്റ്മെന്റ്. പ്രഡിക്റ്റബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നോക്കുക. അതിന് നമ്മൾ പല രീതിയിൽ എഴുതാം. പ്രിഡിക്റ്റീവ് ടു ഐഡന്റിഫൈ ദ പ്രഡിക്റ്റേഴ്സ് ഓഫ് ഇമോഷണൽ അക്കാഡമിക് സെൽഫ് കൺസെപ്റ്റ്, ഇങ്ങനെ എഴുതി. ഇനി ഞാൻ നാലാമതൊരു ടൈറ്റിൽ എഴുതുന്നു. effectiveness of a booster module on the emotional salience of working women. Effectiveness of booster module on emotional salience of working women. ഇങ്ങനൊരു സ്റ്റഡി. ഇനി അടുത്തത് ഞാൻ ടൈറ്റിൽ 5 a study on the otherwise ഞാൻ എഴുതുന്നു development and validation of package to enhance the mental health of jail inmate in Kannur. ഇങ്ങനൊരു സ്റ്റഡി. കണ്ണൂരിലെ ജയിൽ ഇൻമേറ്റില് മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു പാക്കേജ് ഞാൻ കൊണ്ടുവന്ന് അത് എത്രത്തോളം ഇഫക്റ്റീവ് ആണെന്ന് നോക്കുന്ന ഒരു സ്റ്റഡി. ഇങ്ങനെയൊക്കെ നമ്മൾ പല രീതിയിൽ സ്റ്റഡീസ് ചെയ്യാം. പല തരത്തിലുള്ള ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡീസ് ചെയ്യാം. ഓക്കെ, പല രീതിയിലെ സ്റ്റഡീസ്, സൈക്കോളജിക്കൽ സ്റ്റഡീസ് നമ്മൾ എഴുതി. ബാക്കി ഏതെങ്കിലും സബ്ജക്ട് ഉണ്ടെങ്കിൽ അവർക്ക് പറയാം. ഇനി ഏതെങ്കിലും രീതിയിൽ നമുക്ക് ടൈറ്റിൽ. അപ്പൊ ഇങ്ങനെ ടൈറ്റിൽ ആയി കഴിഞ്ഞാൽ നമ്മൾ SPSസിലേക്ക് വരികയാണ്. ഇപ്പം അതിന് മുന്നേ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. ടൈറ്റിൽ ആയി കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നത് വാട്ട് ആർ ദ വേരിയബിൾസ്. നമ്മുടെ വേരിയബിൾസ് ഏതൊക്കെയാണ് നമ്മുടെ വേരിയബിൾസ് എന്നാണ് നമ്മൾ നോക്കുന്നത്. വേരിയബിൾസ് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ട എന്തൊക്കെ വേരിയബിൾ നമുക്കുണ്ട് എന്നുള്ളതാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ ഒന്നാമത്തെ സ്റ്റഡി എടുത്തു, ഈ ഒരു സ്റ്റഡി എടുത്തു. അപ്പോ ഈ ഒരു സ്റ്റഡി എടുക്കുമ്പോൾ ഇതിലെ വേരിയബിൾസ് എന്തൊക്കെയാണ്? ടൈറ്റിൽ 1 അക്കാഡമിക് ആങ്സൈറ്റി എന്റെ ഒരു വേരിയബിൾ ആണ്, അല്ലെ? അക്കാഡമിക് ആങ്സൈറ്റി ഒരു വേരിയബിൾ ആണ്. സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് എനിക്കൊരു വേരിയബിൾ ആണ്. 2 വേരിയബിൾ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി അഥവാ ഇവിടെ നമുക്ക് കമ്പാരിസൺ വേറെ എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോ അവരുടെ സെക്സ് കാറ്റഗറി എടുത്തിട്ട് കമ്പയർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ സെക്സ് കാറ്റഗറി ഈസ് എ വേരിയബിൾ. സ്കൂളിന്റെ ടൈപ്പ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ടൈപ്പ് ഓഫ് സ്കൂൾ ഈസ് എ വേരിയബിൾ. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ നോക്കുന്നുണ്ടെങ്കിൽ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ക്യാൻ ഓൾസോ ബി എ വേരിയബിൾ. അങ്ങനെ കമ്പാരിസൺ ഉണ്ടെങ്കിൽ എന്തൊക്കെയാണോ അതിനെ ഐഡന്റിഫൈ ചെയ്യുക. നമ്മൾ ഉദ്ദേശിക്കുന്ന വേരിയബിൾസിനെ ഐഡന്റിഫൈ ചെയ്യുക. ക്ലിയർ? ഇനി നോക്കുക, ഇനി നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത് എന്റെ വേരിയബിളുകൾ ഏത് തരം വേരിയബിൾ ആണ്, ഏത് ലെവൽ ഓഫ് മെഷർമെന്റ് ആണ്. ഡിസൈഡ് ദ ലെവൽ ഓഫ് മെഷർമെന്റ്. ഇത് പലരും ഇത് തെറ്റിക്കഴിഞ്ഞാലാണ് പലപ്പോഴും നമ്മള് സംഭവങ്ങൾ മാറിപ്പോകുന്നത്. പല ഡാറ്റ അനാലിസിസിന്, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസിൽ നമ്മൾ പാരാമെട്രിക്, നോൺ പാരാമെട്രിക് ടെസ്റ്റുകളൊക്കെ പറയുമ്പോൾ അതിന് നമുക്ക്
വേരിയബിള് ഏത് മെഷറാന്ന് അറിഞ്ഞിരിക്കണം. അക്കാഡമിക് ആങ്സൈറ്റി ജനറലി നമ്മൾ ഇന്റർവെൽ ടൈപ്പ് ആയിരിക്കും പറയുന്നത്. ഇന്റർവെൽ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഇൻഡിപെൻഡന്റ് സ്കോർ കിട്ടുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ഇന്റർവെൽ ടൈപ്പ് വേരിയബിൾ എന്ന് പറയുന്നത്. സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് ഇറ്റ് ഈസ് ഓൾസോ ഇന്റർവെൽ ടൈപ്പ് വേരിയബിൾ. നിങ്ങൾ 4 വേരിയബിൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ലെവൽസ് ഓഫ് മെഷർമെന്റ്. ഏതൊക്കെയാണ്? നോമിനൽ, ഓർഡിനൽ, ഇന്റർവെൽ, റേഷ്യോ. ഇതാണ് 4 തരം ലെവൽസ് ഓഫ് മെഷർമെന്റ്. ഈ ലെവൽസ് ഓഫ് മെഷർമെന്റ് അനുസരിച്ച് ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സെക്സ് കാറ്റഗറി എന്ന് പറയുമ്പോൾ വെറുതെ കാറ്റഗറൈസേഷൻ ആണ്, കാറ്റഗോറിക്കൽ വേരിയബിൾ ആണ്. ഇറ്റ് ഈസ് എ കാറ്റഗോറിക്കൽ വേരിയബിൾ. കാറ്റഗോറിക്കൽ വേരിയബിൾ ആണെങ്കിൽ അതെന്തായിരിക്കും? നോമിനൽ ആണ്. ആ വേരിയബിളിന്റെ മെഷർ നോമിനൽ ആണ്. അതേപോലെ തന്നെയാണ് ടൈപ്പ് ഓഫ് സ്കൂളും. ടൈപ്പ് ഓഫ് സ്കൂളും എന്തെന്നെയാണ്? നോമിനൽ വേരിയബിൾ ആണ്. നോമിനൽ വേരിയബിൾ ആണ്. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ അതെടുക്കുമ്പോൾ അതും എന്തെന്നെയാണ്? നോമിനൽ വേരിയബിൾ. പേരിന് വേണ്ടി നമ്മൾ ക്ലാസിഫൈ ചെയ്ത ബോയ്സിന് 1, ഗേൾസിന് 2, പ്രൈവറ്റിന് 1, ഗവൺമെന്റിന് 2. അത് തിരിച്ചു ആവാം. ഗവൺമെന്റിന് 1, പ്രൈവറ്റിന് 2, ഇംഗ്ലീഷ് മീഡിയത്തിന് 1, മലയാളം മീഡിയത്തിന് 2. ഇവിടെ വാല്യൂവിന് പ്രത്യേകിച്ച് പ്രസക്തി ഇല്ല. വെറുതെ ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒന്നാണ്. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇന്റർവെൽ എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സ്കോർ ഉണ്ടായിരിക്കും. എന്റെ സ്കോർ അല്ല നിങ്ങൾക്ക് ഉണ്ടാവുക. ബൈ ചാൻസ് ചിലപ്പം ചെറിയ ഒരുപോലെയുള്ള സ്കോറുകൾ 1-2 വന്നേക്കാം. കുറെ ക്ലാസ്സിലെ കുറെ കുട്ടികൾക്ക് ഒരേ മാർക്കൊക്കെ വരാറുണ്ട്. പക്ഷേ എല്ലാവർക്കും ഒരുപോലെ മാർക്ക് വരില്ല. 1-2 മാർക്ക് മാത്രമായിട്ട് വരില്ല. പലതരത്തിലായിരിക്കും. അതുകൊണ്ടാണ് അതിനെ ഇൻഡിപെൻഡന്റ് ആണ്, ഓരോരുത്തർക്കും ഇൻഡിപെൻഡന്റ് ഒബ്സർവേഷൻ ആണെന്ന് പറയുന്നത്. ഓക്കെ. ഇനി അതുപോലെ ഇനി മറ്റൊന്ന് വരുന്നത് റേഷ്യോ ആണ്. റേഷ്യോ എന്ന് പറയുമ്പോൾ ഇവിടെ അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. നമ്മൾ ഒരാളുടെ ഇന്റലിജൻസ് 0 എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്റലിജൻസ് ടെസ്റ്റിന് ചിലപ്പോൾ നമുക്ക് 0 കിട്ടിയേക്കാം. പക്ഷേ അയാളുടെ ഇന്റലിജൻസ് 0 എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ കൊടുത്ത ടെസ്റ്റിലാണ് അയാൾക്ക് 0 കിട്ടിയത്. ശരിക്കും അയാൾക്ക് ചിലപ്പോൾ അതിനേക്കാൾ ബുദ്ധി ഉണ്ടാവും. നമ്മൾ കൊടുത്ത ടെസ്റ്റിൽ അയാൾക്ക് 0 കിട്ടി. അപ്പൊ മാത്സിന്റെ ഒരു ടെസ്റ്റ് നടത്താം, അച്ചീവ്മെന്റ് ടെസ്റ്റ്. അതിനകത്ത് ഒരാൾക്ക് 0 കിട്ടി എന്ന് പറയുമ്പോൾ അത് അബ്സല്യൂട്ട് 0 അല്ല, റിലേറ്റീവ് 0 ആണ്. അബ്സല്യൂട്ട് 0 ആണെങ്കിലാണ് അത് റേഷ്യോ സ്കെയിൽ ആവുന്നത്. മാത്സിന്റെ ടെസ്റ്റ് നടത്തുമ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യം ആയതുകൊണ്ടാണ് അവർക്ക് 0 കിട്ടിയത്. വേറെ അവർ പഠിച്ച ചോദ്യം ചോദിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ് ആ കുട്ടിക്ക് 0 കിട്ടിയത്. റേഷ്യോ സ്കെയിൽ എന്ന് പറയുമ്പോൾ 0 അബ്സല്യൂട്ട് ആവുക. ഫോർ എക്സാമ്പിൾ, അറ്റൻഡൻസ് ഇൻ എ യോഗ ക്ലാസ്. യോഗ ക്ലാസ് രാവിലെ നടത്തി, അത് രാവിലെയാണ്, ഇപ്പൊ കുറെ പേര് വന്നില്ല, അപ്പൊ അവരുടെ അറ്റൻഡൻസ് 0, അബ്സല്യൂട്ട് 0 ആണ്. അത് റേഷ്യോ സ്കെയിലാണ്. പ്രാക്ടീസ് സെഷൻസ് അറ്റൻഡഡ്, ലാബറട്ടറി ക്ലാസ്സസ് അറ്റൻഡഡ്, ട്രെയിനിങ് പ്രോഗ്രാംസ് അറ്റൻഡഡ്, ഇതൊക്കെ അബ്സല്യൂട്ട് 0 ആണ്. അബ്സല്യൂട്ട് 0 ഉണ്ടാവുമ്പോ ആരും ഇല്ല, അറ്റൻഡ് ചെയ്തില്ല, അപ്പൊ 0 എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന കേസാണ്. അത് റേഷ്യോ സ്കെയിലാണ്. അല്ലാത്തൊക്കെ നമ്മൾ സാധാരണ സൈക്കോളജിയിൽ വരുന്ന വേരിയബിൾ എല്ലാം ഇന്റർവെൽ ടൈപ്പ് ആയിരിക്കും. പിന്നെ നമുക്ക് വരുന്ന കാറ്റഗോറിക്കൽ വരും. ഓർഡിനൽ എന്താണ്? റാങ്ക് നമുക്ക് കിട്ടുകയാണെങ്കിൽ അതാണ്. ഇപ്പൊ ഹെൽത്ത് വൈസ് കേരളം 1ാം റാങ്ക്, തമിഴ്നാട് 2ാം റാങ്ക് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് ആ ഒരു റാങ്ക് വൈസ് നമ്മൾ ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ റാങ്കിനെ ഞാൻ വേറൊരു എക്സാമ്പിളോട് പറയാം. ഓർഡിനലിന്റെ ഒരു എക്സാമ്പിൾ പറയാം. നീറ്റിന് കിട്ടിയ റാങ്ക് ഇൻ നീറ്റ് അല്ലെങ്കിൽ CUET കിട്ടിയ നിങ്ങളുടെ റാങ്ക് ആൻഡ് അക്കാഡമിക് പെർഫോമൻസ് ഇൻ ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിനേഷന്റെ മാർക്കും നീറ്റും കിട്ടിയ റാങ്കും തമ്മിൽ. അപ്പൊ നീറ്റും കിട്ടിയ റാങ്ക് എന്താണ്? അവിടെ ഓർഡിനൽ ആണ്. റാങ്ക് ആണ് പറയുന്നത്, മാർക്കല്ല. മാർക്ക് പറയുമ്പോൾ അത് ഇന്റർവെൽ സ്കെയിൽ ആയിരിക്കും. റാങ്ക് പറയുമ്പോൾ അത് ഓർഡിനൽ സ്കെയിൽ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെ നമ്മൾ വേരിയബിളുകൾ തരംതിരിച്ച് വെക്കുക, അത് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. കാരണം അതനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാ, SPSSലേക്കുള്ള ഡാറ്റ എൻട്രിയുടെ സമയത്ത് എക്സലിൽ നമ്മൾ ഒരു കറക്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യും. ആദ്യം തന്നെ നമുക്ക് എക്സലിൽ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് വെക്കണം. അത് വെക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ് വേരിയബിള്, ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഇത് മെഷർ ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. ഇനി അത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഹൈപ്പോത്തസിസും ഉണ്ടായിരിക്കും, അല്ലെ?
ഈ ഹൈപ്പോത്തസിസും ഒബ്ജക്റ്റീവ്സും നമുക്ക് ഉണ്ടായിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മെയിൻ കാര്യങ്ങൾ. എന്തൊക്കെയാണ് അപ്പൊ നമ്മൾ പറഞ്ഞത്? വേരിയബിൾ എന്തൊക്കെയാണ് എന്റെ ഒബ്ജക്റ്റീവ്സ്, ആ ഒബ്ജക്റ്റീവ്സിനനുസരിച്ച് ഞാൻ എങ്ങനെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് കണ്ടെത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. ഇനി ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് കാര്യങ്ങളാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ റീസണിങ് എന്ന് പറയുന്ന ഒരു സാധനം എന്താണ്, ഏത് സ്റ്റാറ്റിസ്റ്റിക്സ് എപ്പോ ഉപയോഗിക്കും, അതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ റീസണിങ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് കേട്ടിട്ടുണ്ടാവും അല്ലെ? ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഇത് സാധാരണ എല്ലാ വേരിയബിൾസ് നമ്മൾ കിട്ടിക്കഴിഞ്ഞാലും അതിന്റെ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിലേക്ക് പോകും. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിൽ നമുക്ക് സെൻട്രൽ ടെൻഡൻസി ഉണ്ട് അല്ലെ? സെൻട്രൽ ടെൻഡൻസി മെഷേഴ്സ് ഉണ്ട്, ഡിസ്പേർഷൻ മെഷേഴ്സ് ഉണ്ട്, സ്ക്യൂനെസ് ഉണ്ട്, അതുപോലെ കർട്ടോസിസ്. ഇതൊക്കെയാണ് നമ്മൾ സാധാരണ രീതിയിൽ പറയുന്ന സെൻട്രൽ ടെൻഡൻസി, സാധാരണ പറയുന്ന ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്. സെൻട്രൽ ടെൻഡൻസിക്ക് അകത്ത് നമുക്ക് വരുന്നത് അരിത്തമെറ്റിക് മീൻ വരുന്നുണ്ട്, മീഡിയൻ വരുന്നുണ്ട്, മോഡ് വരുന്നുണ്ട്. ഡിസ്പേർഷനിൽ നമുക്ക് റേഞ്ച് ഉണ്ടായിരിക്കാം, ക്വാർട്ടൈൽ ഡീവിയേഷൻ ഉണ്ടായിരിക്കാം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ ആവറേജ് ഡീവിയേഷൻ. ഇതൊക്കെയാണ് നമ്മൾ സാധാരണ പറയാറുള്ള വേരിയേഷൻസ്, ഡിസ്പേർഷൻസ്. പിന്നെ സ്ക്യൂനെസ്, ക്രിട്ടോസിസ്. അതായത് ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്, ആ ഒരു ഡാറ്റയുടെ നേച്ചർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇതിലകത്ത് ഓരോന്നും നമുക്ക് അരിത്തമെറ്റിക് മീൻ സാധാരണയായിട്ട് കാണുന്നത് നമ്മള് ഡാറ്റ, ഇഫ് ഡാറ്റ ഈസ് ഇൻ ഇന്റർവെൽ ഓർ റേഷ്യോ, ഇന്റർവെൽ ഓർ റേഷ്യോ ആകുമ്പോഴാണ് നമ്മൾ എന്ത് കാണുന്നത്? അരിത്തമെറ്റിക് മീൻ കാണുന്നത്. മീഡിയൻ ആണെങ്കിൽ എന്തായിരിക്കും? ഇഫ് ദ ഡാറ്റ ഈസ് ഇൻ ഓർഡിനൽ, ഓർഡിനൽ ആണെങ്കിൽ നമ്മൾ മീഡിയൻ കണ്ടാൽ മതി. മോഡ് ആണെങ്കിൽ എന്താണ്? ഇഫ് ദ ഡാറ്റ ഈസ് ഇൻ, മോഡ് കാണുന്നപ്പോഴാണ് ഡാറ്റ ഈസ് ഇൻ നോമിനൽ. നോമിനൽ ഡാറ്റ ആണെങ്കിലാണ് നമ്മൾ മോഡ് കാണുന്നത്. ഓർഡിനൽ ഡാറ്റ ആണെങ്കിൽ നമ്മൾ മീഡിയൻ കാണുന്നു. ഇന്റർവെൽ റേഷ്യോ ആണെങ്കിലാണ് നമ്മൾ അരിത്തമെറ്റിക് മീൻ കാണുന്നത്. ഇത് അതിന്റെ നേച്ചർ. ഇനി നമുക്ക് അരിത്തമെറ്റിക് മീനിന്റെ കൂടെ മീഡിയനും മോഡും ഒക്കെ കണ്ടാലും വലിയ പ്രോബ്ലം ഒന്നുമില്ല. പക്ഷെ മെയിൻ ആയിട്ട് നമ്മൾ ഈ രീതിയിലാണ് കാണുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത് കഴിഞ്ഞാൽ അപ്പൊ ഇത് ബേസിക് ഡാറ്റ. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത്, സ്ക്യൂനെസും കർട്ടോസും ഒക്കെ നമ്മൾ ചെയ്യുന്നത് ശരിക്കും ഒരു കർവായ, നമ്മുടെ സ്ക്യൂനെസ് ഒക്കെ നമ്മൾ ശരിക്കും കാണുന്നത് നമ്മുടെ നോർമൽ കർവുമായി ഇതിനെ തട്ടിച്ച് നോക്കാൻ വേണ്ടി. നോർമൽ കർവ് ആൻഡ് റിലേറ്റീവ്, അതിന്റെ ഒരു റിലേറ്റീവ്നെസ് കാണാൻ, റിലേഷൻ എത്രത്തോളം ഉണ്ട് എന്ന് കാണാൻ വേണ്ടിയിട്ട്, റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് കാണുന്നത്. ടു റിലേറ്റ് വിത്ത് നോർമൽ കർവ്. അതിനാണ് നമ്മൾ കർട്ടോസിസും സ്ക്യൂനെസും ഒക്കെ കാണുന്നത്. ഇതൊക്കെ നമ്മൾ SPSS നമുക്ക് പ്രത്യേകിച്ച് ഡാറ്റ അനാലിസിസിന് പ്രോബ്ലംസ് പഠിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ പ്രോബ്ലംസ് ചെയ്യുക, കുറെ കാൽക്കുലേഷൻ ചെയ്യുക, ഇങ്ങനെയൊന്നും ചെയ്യേണ്ട. നമ്മൾ ജസ്റ്റ് മെനു ബേസ്ഡ് ആണ്. കാര്യം എന്താന്ന് അറിഞ്ഞാൽ മതി, എപ്പോഴും ഞാൻ ഏത് ഉപയോഗിക്കും എന്ന് അറിഞ്ഞാൽ മതി. ഓക്കെ, ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന SPSS വരുന്ന ഒരു സാധനമാണ് കോറിലേഷൻ. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ പറയുമ്പോൾ കോറിലേഷൻ, രണ്ട് വേരിയബിളുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണാനാണ് നമ്മൾ കോറിലേഷൻ ഉപയോഗിക്കുന്നത് അല്ലെ? രണ്ട് വേരിയബിൾസ് തമ്മിൽ റിലേഷൻഷിപ്പ് കാണാനാണ് കോറിലേഷൻ ഉപയോഗിക്കുന്നത്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ, അതിന് നമ്മൾ കോറിലേഷൻ ഉപയോഗിക്കുന്നു. ഈ കോറിലേഷൻ ഉപയോഗിക്കുമ്പോൾ SPSS കാണുന്ന 3 തരം കോറിലേഷൻ ഞാൻ പറയാം. അതിന്റെ കൂടെ തന്നെ പാർഷ്യൽ കോറിലേഷൻ. 3 തരം റിലേഷൻഷിപ്പ്, രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ദാറ്റ് ഈസ് ബിറ്റ്വീൻ 2 വേരിയബിൾസ് അല്ലെ? രണ്ട് വേരിയബിൾ തമ്മിൽ റിലേഷൻഷിപ്പ് എന്താണെന്ന് അറിയാനാണ് കോറിലേഷൻ കാണുന്നത്. SPSS കോറിലേഷൻ
പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ ആണ്. പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ, കെൻഡാൽസ് കോറിലേഷൻ, അതിന് കെൻഡാൽസ് ടൗ എന്ന് പറയും, കെൻഡാൽസ് ടൗ. പിന്നെ നമ്മുടെ റോ ആരുടെയാണ്? സ്പിയർമാൻ അല്ലെ, സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ. ഈ 3 കോറിലേഷൻ ആണ് സാധാരണ നമ്മുടെ SPSS കാണുന്ന കോറിലേഷൻസ്. കെൻഡാൽസ് ടൗ, പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ, അതിനാണ് നമ്മൾ R എന്ന് പറയുന്നത്, അറിയാലോ, സ്മോൾ r, പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ. കെൻഡാൽസ് ടൗ, അതായത് അതും ഒരു കോറിലേഷൻ ആണ്, റാങ്ക് ടൈപ്പ് കോറിലേഷൻ ആണ്. സ്പിയർമാൻ റോ. ഈ 3 കോറിലേഷൻസ് ആണ് നമ്മുടെ SPSS കാണുന്ന കോറിലേഷൻസ്. അത് കൂടാതെ നമുക്ക് രണ്ടിലധികം വേരിയബിൾസ് നമ്മുടെ കയ്യിലുണ്ട്. ഇഫ് യു നീഡ് ടു partial out the effect of one variable from the relationship between two variables. 2 വേരിയബിൾസിന്റെ ഇടയിൽ നിന്ന് മറ്റൊരു വേരിയബിളിന്റെ സംഭവം നമ്മൾ റിമൂവ് ചെയ്യണമെങ്കിൽ അപ്പൊ നമ്മൾ കാണുന്നതാണ് പാർഷ്യൽ കോറിലേഷൻ. Partial correlation. For example, intelligence and achievement. ഇത് തമ്മിൽ കോറിലേഷൻ എന്താണെന്ന് കാണണം. When the effect of coaching or tuition is removed. ട്യൂഷന്റെ ഇഫക്റ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റലിജൻസും അച്ചീവ്മെന്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ട്യൂഷന്റെ റിമൂവ് ചെയ്യുമ്പോൾ ഇന്റലിജൻസും അച്ചീവ്മെന്റ് തമ്മിലുള്ള ഡിഫറൻസ്, റിലേഷൻഷിപ്പ് എന്താണെന്ന് ഈസ് റിമൂവ് ചെയ്യുമ്പോൾ വരുന്ന. അങ്ങനെ പറയുമ്പോഴാണ് ഇവിടെ നമ്മൾ കാണുന്നതാണ് പാർഷ്യൽ കോറിലേഷൻ. ഇതും SPSS നമ്മൾ ചെയ്യാൻ സാധ്യതയുള്ള, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ്. സാധാരണ ഭയങ്കര രീതിയിൽ നമ്മളിപ്പോ പാർഷ്യൽ കോറിലേഷൻ കാര്യമായിട്ട് ആരും ചെയ്യാറില്ല. വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ്. അപ്പൊ നമ്മൾ കോറിലേഷൻ പറഞ്ഞു, അതിൽ കെൻഡാൽസ് ടോ ഉണ്ട്, പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ ഉണ്ട്, സ്പിയർമാന്റെ റാങ്ക് കോറിലേഷൻ അല്ലെങ്കിൽ റോ ഉണ്ട്, പാർഷ്യൽ കോറിലേഷൻ. ക്ലിയർ ആണല്ലോ? ഇനി SPSS നമുക്ക് ചെയ്യുന്ന മറ്റൊന്നാണ് റിഗ്രഷൻ. റിഗ്രഷൻ എന്ന് പറയുന്നത് ശരിക്ക് പ്രഡിക്ഷൻ ആണ്. റിഗ്രഷൻ എന്ന് പറയുന്നത് പ്രഡിക്ഷൻ ആണ്. അപ്പൊ നമ്മൾ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് റിലേറ്റഡ് ആണോ, അസോസിയേഷൻ ഉണ്ടോ ഇല്ലേ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിനപ്പുറമായിട്ട് വെദർ there is a cause and effect relationship, ഒരു കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കുന്നതാണ് ശരിക്ക് റിഗ്രഷൻ ആവുന്നത്. അപ്പോഴാണ് കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് കാണുമ്പോൾ. ഇവിടെ നമുക്ക് എന്താണ് വേണ്ടത്? വേരിയബിളിനെ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് അനലൈസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഇതിന് എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ റെയിൻഫോൾ എത്രയാന്ന് നമ്മൾ പറയാറുണ്ട്. റെയിൻഫോൾ, ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പ്രഷർ നമ്മൾ നോക്കുന്നു. ഈ പ്രഷറിനനുസരിച്ച് വർഷങ്ങളായി കിട്ടിയിരിക്കുന്ന റെയിൻഫാളിന്റെ തോതും ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലുണ്ടായിരിക്കും. അപ്പോൾ ദേ വിൽ ഹാവ് എ റിഗ്രഷൻ ഇക്വേഷൻ. എക്സാക്ട്ലി അതല്ല, അതുപോലെയുള്ള ഒരു അനാലിസിസ് ആണ് അവർ ചെയ്യുന്നത്. റിഗ്രഷൻ ഇക്വേഷൻ അവരുടെ കയ്യിൽ കാണും. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇത്ര ന്യൂനമർദ്ദം വന്നാൽ ഇത്ര മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് അങ്ങനെയാണ് അവർ പറയുന്നത്. അല്ലെങ്കിൽ ഇത്ര രീതിയിൽ കാറ്റടിക്കാൻ സാധ്യതയുണ്ട് ഇന്ന സംഭവം വരുമ്പോ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു പ്രഡിക്ഷൻ ബേസ്ഡ് ആണ്. ദിസ് ഇസ് എ കൈൻഡ് ഓഫ് പ്രഡിക്ഷൻ. പ്രഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഒന്ന് മറ്റൊന്നിനെ എങ്ങനെ പ്രഡിക്റ്റ് ചെയ്യും. നിങ്ങൾക്ക് ആയിരക്കണക്കിന് ഡാറ്റ നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ 2000 ആളുകളുടെ അടുത്തുനിന്ന് 2000 സാമ്പിൾ എടുത്ത് നിങ്ങൾ ഇന്റലിജൻസ് ആൻഡ് അക്കാഡമിക് അച്ചീവ്മെന്റ്, ഈ 2 സംഭവങ്ങളെ വെച്ച് നിങ്ങൾ പഠനം നടത്തി. ഇന്റലിജൻസ് ആൻഡ് അക്കാഡമിക് അച്ചീവ്മെന്റ് വെച്ചിട്ട് ഞാൻ പഠനം നടത്തി. അപ്പൊ ഈ 2000 ആളുകളെ വെച്ചിട്ട് ഞാൻ പഠനം നടത്തിയപ്പോൾ എനിക്ക് ഇന്റലിജൻസിന്റെയും അച്ചീവ്മെന്റിന്റെയും സ്കോർ കിട്ടി. അതിന്റെ ബേസ് ചെയ്തുകൊണ്ട് ഞാൻ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി. റിഗ്രഷൻ ഇക്വേഷൻ എങ്ങനെ എഴുതുക? y ഈസ് ഈക്വൽ ടു a പ്ലസ് bx എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഞാൻ ഉണ്ടാക്കി. ഇവിടെ y എന്ന് പറയുന്നത് y വേരിയബിൾ ആയിരിക്കും. ഇങ്ങനെയാണ്, നമ്മൾ വേരിയബിൾ ആണ്. x എന്ന് പറയുന്നത് x വേരിയബിൾ ആണ്.
എ എന്ന് പറയുന്നതിനെ നമ്മൾ കോൺസ്റ്റന്റ് എന്ന് പറയും. കോൺസ്റ്റന്റ് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും. എ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ബി എന്താണ്? എക്സ് കൊണ്ടുണ്ടാവുന്ന ചേഞ്ച് ഇൻ വൈ ഡ്യൂ ടു എക്സ്. എക്സ് കൊണ്ട് വൈയിൽ ഉണ്ടാവുന്ന ചേഞ്ച് ആണ് നമ്മൾ ബി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം നമുക്ക് കിട്ടി. അപ്പൊ നമുക്ക് ഒരു എക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വൈ എത്ര ആയിരിക്കാം എന്ന് പറയാൻ പറ്റും. ഒരു കുട്ടിയുടെ ഇന്റലിജൻസ് 140 ആണ് എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് എത്ര അച്ചീവ്മെന്റ് ഉണ്ടായിരിക്കാം. ഈ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, എയും ബിയും ഉള്ള ഈ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ആ കുട്ടിയുടെ എക്സ്, അതായത് അച്ചീവ്മെന്റ് എത്രയാണെങ്കിൽ ആ കുട്ടിയുടെ വൈ, ഇന്റലിജൻസ് എത്രയായിരിക്കും. നമ്മൾ ഈ 2000 സാമ്പിളിൽ നിന്ന് ഉണ്ടാക്കിയ ഇക്വേഷൻ വെച്ച് ഏകദേശം നമുക്ക് പറയാൻ പറ്റും. സയന്റിഫിക് കാര്യങ്ങളാണെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയി പറയാൻ പറ്റും. നമ്മൾ ചെയ്യുന്നത് ഹ്യൂമൻ ബീയിങ്സിലാണ്, അതുകൊണ്ട് വളരെ പെർഫെക്റ്റ് ആയി പറയാൻ പറ്റിക്കൊള്ളണം എന്നില്ല. സയൻസിൽ നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ ഒരു സാധനം ചെയ്യുകയാണെങ്കിൽ അത് പെർഫെക്റ്റ് ആയിരിക്കും. കാരണം അതിൽ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ഡിഫറൻസ് ഒന്നും ഇല്ല. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇതാണ് റിഗ്രഷൻ ഇക്വേഷൻ. നമ്മൾ ചെയ്യുമ്പോൾ ഇനി കുറച്ചും കൂടെ നമുക്ക് ക്ലാരിറ്റി വരും. പിന്നെ നമുക്ക് വരുന്ന സാധനമാണ് കമ്പയർ മീൻസ്. നമുക്ക് എപ്പോഴും റിസർച്ചിൽ പല സംഭവങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ കമ്പാരിസൺ ചെയ്യും. ബോയ്സ് ഗേൾസ് കമ്പയർ ചെയ്യും, പല രീതിയിൽ കാര്യങ്ങളെ കമ്പയർ ചെയ്യാറുണ്ട് അല്ലെ. അതിൽ കമ്പാരിസൺ വരുന്ന ഒരു സാധനം, ഒന്ന് നാഷണൽ ഒരു അല്ലെങ്കിൽ നാഷണൽ ഇന്റർനാഷണൽ ഒരു തോതുണ്ട്. ഇന്റർനാഷണൽ ഒരു മെഷർ നമ്മളെ കയ്യിലുണ്ട്. വി ഹാവ് ടു കമ്പയർ ഇറ്റ് വിത്ത് എ ഗ്രൂപ്പ് സാമ്പിൾ. ഒരു ഗ്രൂപ്പ് സാമ്പിളിനെ നമ്മൾ അതിന് കമ്പയർ ചെയ്യണം. അതായത് ഫോർ എക്സാമ്പിൾ ഇന്റർനാഷണലി കുട്ടികളുടെ ഇന്റലിജൻസ് ഇത്രയാണെന്ന് പറയുന്നു. അപ്പൊ നിങ്ങൾ പഠിപ്പിക്കുന്ന കോളേജിലെ കുട്ടികളുടെ ഇന്റലിജൻസും ആ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡും തമ്മിൽ നിങ്ങൾ മെഷർ ചെയ്യുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഹാപ്പിനെസ് ഇൻഡെക്സ് നമ്മൾ പറയാറുണ്ട്. ഹാപ്പി ഇൻഡെക്സ് ആഗോളതലത്തില് ആവറേജ് ഇത്രയാണെന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ ആവറേജ് ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 108 ആണെന്ന് പറയുന്നു. 200 ഹാപ്പിനെസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്ത് ഇന്റർനാഷണലി ഹാപ്പിനെസ് ഇൻഡെക്സ് 200 108 ആണെന്ന് പറയുന്നു. ഓക്കെ, അപ്പോ ഇനി നിങ്ങളുടെ ക്ലാസ്സിൽ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കോളേജിലെ നിങ്ങളുടെ കൂടെ പഠിക്കുന്ന കുട്ടികളുടെ ഹാപ്പിനെസ് നിങ്ങൾ ഇന്റർനാഷണലി അവർ ഉപയോഗിക്കുന്ന അതേ സ്കെയിൽ വെച്ച് മെഷർ ചെയ്യും. അപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ 40 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഈ 40 സ്റ്റുഡൻസിന്റെ ആൻഡ് ദെയർ ഹാപ്പിനെസ് ഇൻഡെക്സ്, ഇവരുടെ ഹാപ്പിനെസ് ഇൻഡെക്സ് എന്താണെന്ന് നോക്കി ആൻഡ് കമ്പയറിംഗ് ഇറ്റ് വിത്ത് ദ ഇന്റർനാഷണൽ ആവറേജ്. ഇന്റർനാഷണൽ ആവറേജ് ഇങ്ങനെ വരുമ്പോഴും ഒരൊറ്റ സ്കോറും നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികൾ. ഇവിടെയാണ് നമ്മൾ ചെയ്യുന്നത് വൺ സാമ്പിൾ ടി ടെസ്റ്റ് ആണ് അവിടെ ചെയ്യുന്നത്. വൺ സാമ്പിൾ ടി ടെസ്റ്റ്. ഓക്കെ, ഈ കേസിൽ നമ്മൾ ചെയ്യുന്നത് വൺ സാമ്പിൾ ടി ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. കമ്പയർ മീൻസിലെ ഒന്ന്. മറ്റൊന്ന്, നമുക്ക് 2 ഗ്രൂപ്പ് ഉണ്ട്. 2 ഗ്രൂപ്പ്സ് ആൻഡ് കമ്പയറിംഗ് based on some measures. ചില മെഷേഴ്സ്, ചില വേരിയബിൾസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 2 ഗ്രൂപ്പുകളെ കമ്പയർ ചെയ്യുമ്പോൾ അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഡിപെൻഡന്റ് സാമ്പിൾ ടി ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, ഇൻഡിപെൻഡന്റ് സാമ്പിൾ ടി ടെസ്റ്റ്. സാമ്പിൾ ടി ടെസ്റ്റ്, ഇൻഡിപെൻഡന്റ് സാമ്പിൾ ടി ടെസ്റ്റ് അപ്പോഴാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഇനി വരുന്ന ക്ലാസ്സിൽ ഈ പറയുന്ന സാമ്പിൾ ടി ടെസ്റ്റിനെയൊക്കെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കില്ലേ? നമ്മൾ ഇനി ഓരോ ചെയ്യുമ്പോ പഠിക്കും. നമ്മൾ ഓരോന്ന് എക്സാമ്പിൾ വെച്ച് നമ്മൾ ചെയ്യും. എക്സാമ്പിൾ വെച്ച് ഓരോന്ന് നമ്മൾ ചെയ്യും. ഇപ്പൊ ഞാനത് പറഞ്ഞു എന്ന് മാത്രം, ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞാണ് കേട്ടോ. ഇത് നമ്മൾ ഓരോ ക്ലാസ്സിലും അത് ചെയ്ത് പഠിക്കും. അപ്പോഴേക്കും നിങ്ങൾ SPS ഇൻസ്റ്റാൾ ചെയ്യും, അങ്ങനെ പഠിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ 2 ഗ്രൂപ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ ചെയ്യുന്നതാണ് ഇൻഡിപെൻഡന്റ് സാമ്പിൾ ടി ടെസ്റ്റ്. ഫോർ എക്സാമ്പിൾ ബോയ്സ് ആൻഡ് ഗേൾസ് ആൻഡ് ദെയർ ഇന്റലിജൻസ്. അപ്പൊ അവിടെ നമ്മൾ ഇൻഡിപെൻഡന്റ് സാമ്പിൾ ടി ടെസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി ഇഫ് യു ഹാവ് മോർ ദാൻ 2 ഗ്രൂപ്പ്സ് നിങ്ങൾക്കുണ്ട്. ഫോർ എക്സാമ്പിൾ ഹ്യൂമാനിറ്റീസ് +2, കൊമേഴ്സ്
സയൻസ്. 3 തരത്തിലുള്ള കുട്ടികൾ നമുക്കുണ്ട്. അതുപോലെ തന്നെ BA പഠിക്കുന്നവര്, BSc പഠിക്കുന്ന കുട്ടികള്, BComന് പഠിക്കുന്നത്, ഇങ്ങനെ 3 കാറ്റഗറി നമുക്ക് കോളേജിലൊക്കെ കാണാം. അപ്പൊ ഇങ്ങനെ 3 കാറ്റഗറിയെ കമ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഇൻഡിപെൻഡന്റ് സാമ്പിൾ ടി ടെസ്റ്റ് പോരാ. അപ്പൊ നമ്മൾ ചെയ്യുന്നതാണ് then we have to go for one way ANOVA. അപ്പോഴാണ് നമ്മൾ one way ANOVA ഉപയോഗിക്കുന്നത്. one way ANOVA ഉപയോഗിക്കും. You have to go for one way analysis of variance. Okay, clear ആണല്ലോ? one way analysis of variance. മൂന്ന് ഗ്രൂപ്പുകൾ ചെയ്യുമ്പോഴാണ് വൺ വേ. 3 അതിലധികമോ ഗ്രൂപ്പുകളൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ 4 കാറ്റഗറിയിലുള്ള ആളുകൾ നിങ്ങൾക്ക് കമ്പയർ ചെയ്യണം എങ്കിൽ 4 വാർഡുകളിലെ ആളുകളുടെ പെർഫോമൻസ് കമ്പയർ ചെയ്യണം, 4 വ്യത്യസ്ത സ്കൂളുകളിൽ കമ്പയർ ചെയ്യണം. അങ്ങനെയൊക്കെ വരുമ്പോഴേ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേരിയബിളും ആകുമ്പോഴാണ് വൺ വേ അനോവ ഉപയോഗിക്കുന്നത്. ഇതാണ് ബേസിക് ആയി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ. ഇനി നമുക്ക് ഇതിന്റെയൊക്കെ തന്നെയും ഇതിന്റെയൊക്കെ ഒരു കണ്ടീഷൻ നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്ന വൺ സാമ്പിൾ ടി ടെസ്റ്റും ഇതൊക്കെ ചെയ്യണമെങ്കിൽ അതൊരു കണ്ടീഷൻ ഉണ്ട്. ഇതെല്ലാം ചെയ്യണമെങ്കിൽ ഇതിനൊക്കെ നമ്മളിപ്പോ പറഞ്ഞ ഒരുവിധം ടെസ്റ്റുകളും പാരാമെട്രിക് ടെസ്റ്റുകളാണ്. പാരാമെട്രിക് ടെസ്റ്റുകൾ ചെയ്യണമെങ്കിൽ നമ്മുടെ സാമ്പിള് ലാർജ് ആയിരിക്കണം. പാരാമെട്രിക് ടെസ്റ്റ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ടെസ്റ്റുകളൊക്കെ ചെയ്യണമെങ്കിൽ സാമ്പിൾ ലാർജ് ആയിരിക്കണം, നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റ ആയിരിക്കണം, നിങ്ങളുടെ കർവ് നിങ്ങൾ എടുത്തിരിക്കുന്ന ഡാറ്റ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം, അതുപോലെ തന്നെ നിങ്ങളുടെ വേരിയബിൾസ് ഒക്കെ തന്നെയും ഇന്റർവെൽ, മേജർ വേരിയബിൾ ഒക്കെ തന്നെയും ഇന്റർവെൽ അല്ലെങ്കിൽ റേഷ്യോ വേരിയബിൾ ആയിരിക്കണം. അപ്പൊ മാത്രമാണ് നമുക്ക് പാരാമെട്രിക് ടെസ്റ്റുകൾ ചെയ്യാൻ പറ്റുക. പാരാമെട്രിക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ സാമ്പിള് ലാർജ് ആയിരിക്കണം, ഡാറ്റ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം, അതുപോലെ തന്നെ വേരിയബിൾസ് ഇന്റർവെല്ലോ റേഷ്യോ ആയിരിക്കണം. ഇങ്ങനെ ആവുമ്പോഴാണ് നമ്മൾ പാരാമെട്രിക് ടെസ്റ്റ് ചെയ്യുക. അതിനകത്ത് വരുന്നതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ടെസ്റ്റുകളൊക്കെ തന്നെ. വൺ സാമ്പിൾ ടി ടെസ്റ്റ്, ഇൻഡിപെൻഡന്റ് സാമ്പിൾ ടി ടെസ്റ്റ്, പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ എല്ലാം വരുന്നത്. അതല്ലെങ്കിൽ ഡാറ്റ ചെറുതാണ്, നോർമലി ഡേറ്റ നോർമലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊന്ന് പറഞ്ഞുതരാമോ? അതായത് നമ്മൾ ഈ നോർമാലിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതിനു വേണ്ടി നമ്മൾ ഒന്നുകിൽ സ്ക്യൂനസും കെർട്ടോസിസും നോക്കിയിട്ട് പറയാം, അല്ലെങ്കിൽ നോർമാലിറ്റി ചെക്ക് ചെയ്യാനുള്ള ടെസ്റ്റുകൾ SPSS അവൈലബിൾ ആണ്. അത് ചെയ്ത് നോക്കും നമ്മൾ. അപ്പോഴതിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. എങ്ങനെയാണ് നോർമാലിറ്റി ചെക്ക് ചെയ്യുന്നത് നമ്മൾ നോക്കും. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുക, ഡാറ്റയെ അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഓക്കെ സാർ. അപ്പൊ ഈ നോർമൽ എന്ന കൊണ്ട് ബേസിക്കലി ഉദ്ദേശിക്കുന്നത് എന്താണ്? നോർമൽ എന്ന് പറയുന്നത് ഞാനിപ്പം ഒരു വെബ്സൈറ്റിൽ പോയി ഞാനൊരു നോർമൽ കർവ് എന്ന് പറയുന്ന ഒരു സംഭവത്തെ നമ്മൾ സൈക്കോളജിയിൽ, നിങ്ങൾ സൈക്കോളജിക്കാർക്ക് എഡ്യൂക്കേഷനിലും സോഷ്യൽ വർക്കും ഒക്കെ ഉള്ളവർക്ക് ശരിക്കും അറിയാൻ പറ്റും എന്താണ് ഒരു നോർമൽ കർവ് എന്നുള്ളത്. അതായത് നോർമൽ കർവ് എന്ന് പറയുമ്പോൾ ഇതാണ് ശരിക്കും ഒരു നോർമൽ കർവിന്റെ രീതി. ഞാൻ ഇവിടെ അതിനെ പേസ്റ്റ് ചെയ്യാം. ഒരു നോർമൽ കർവ് എന്ന് പറയുന്നത് ഇതൊരു നമ്മുടെ എന്താ പറയാ ഒരു ഹൈപ്പോത്തറ്റിക്കൽ കർവാണ്. നമ്മൾ എന്തൊരു സാധനം എടുത്തു കഴിഞ്ഞാലും അത് നടുക്കലായിരിക്കും കൂടുതൽ ആളുകൾ, നടുഭാഗത്ത് കൂടുതൽ ആളുകളും, കുറച്ചു പേര് നല്ല കുട്ടികളും കുറച്ചു പേര് മോശം. നിങ്ങൾ ഏതൊരു ക്ലാസ്സിലെ മാർക്ക് എടുത്തു കഴിഞ്ഞാലും ആവറേജ് മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണമായിരിക്കും കൂടുതൽ. വളരെ ഹൈ മാർക്ക് കിട്ടിയവർ വളരെ കുറച്ചായിരിക്കും, വളരെ ലോ മാർക്ക് കിട്ടിയ പഠിക്കാത്തവരും കുറച്ചേ ഉണ്ടാവുള്ളൂ. ഏത് ലെവലിൽ പോയി കഴിഞ്ഞാലും ഇങ്ങനെയായിരിക്കും. ഒരു ഷോപ്പിൽ പോയി നിങ്ങളൊരു സോപ്പ് വാങ്ങുകയാണെങ്കിൽ ഭയങ്കര വിലയുള്ള സോപ്പ് കുറവായിരിക്കും, അതുപോലെ തന്നെ ഭയങ്കര വില കുറഞ്ഞ സോപ്പും വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള സോപ്പുകളൊക്കെ ഒരു ആവറേജ് ലെവലിലാണ് ഉണ്ടാവുക. ഡ്രസ്സ് എടുത്താലും എല്ലാവരും വാങ്ങുന്നത് ഒരു ആവറേജ് ആയതുകൊണ്ട് ആ ആവറേജ് വിലയുള്ള ഡ്രസ്സുകളായിരിക്കും കൂടുതൽ. ഹൈ വിലയുള്ള നല്ല എക്സ്പെൻസീവ് ഡ്രസ്സുകൾ വളരെ കുറവായിരിക്കും. നല്ല ചില്ലിലൊക്കെ വെച്ചിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഗ്ലാസ്സിലൊക്കെ ഇട്ടിട്ട് നല്ല പൊടിയൊന്നും അടിക്കാത്ത രീതിയിലൊക്കെ വെക്കുന്നത് കാണാം. അതുപോലെ തന്നെ ലോക്കൽ ഡ്രസ്സുകൾ നമ്മൾ ഇറങ്ങി ചെല്ലുന്നിടത്ത് ബോക്സിൽ അങ്ങനെയൊക്കെ വെക്കുന്നത് കാണാം. അപ്പൊ അങ്ങനെയുള്ളത് കുറച്ചേ കാണുള്ളൂ. പക്ഷെ കൂടുതലും ആവറേജ് ഡ്രസ്സുകളാണ് കാണുന്നത്.
നമ്മളൊരു കൈ പൊക്കി കഴിഞ്ഞാൽ നോക്കൂ, അതൊരു നോർമൽ കർവിന്റെ പോലെ ആയിരിക്കും. ഒരു കൈ, ഒരു മരത്തിനെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അതിന്റെ സെന്റർ ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഒരു നോർമൽ കർവ് നമുക്ക് അവിടെ കാണാം. ഒരു ക്ലാസ്സിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ, ഒരു ടീച്ചറിനെ ചാരി ഇങ്ങനെ കുട്ടികളെ ഇരിക്കുമ്പോൾ അവന്റെ ചുറ്റും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതും ഏകദേശം ഒരു നോർമൽ കർവ് ആയിരിക്കും. ഇങ്ങനെ കുട്ടികളുടെ ഒരു സ്കാറ്റേഡ് ആയി ഇരിക്കുന്നത്, ഇവിടെ കുറച്ച് സ്കാറ്റേഡ് ആയി ഇങ്ങനെ ചേർന്ന് ഇങ്ങനെ സാധനമാണത്. അതൊരു നോർമലി വരുന്ന ഒരു സംഭവമാണ്, ഒരു യൂണിവേഴ്സൽ ഫിനോമിനയാണ്. നമ്മൾ എന്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു പുറത്തിറങ്ങിയിട്ട് കുറെ കല്ലുകൾ വെറുക്കുകയാണെങ്കിൽ അതിൽ ആവറേജ് സൈസ് ആയിരിക്കും കൂടുതൽ. 1-2 കല്ലുകൾ വലുതായിരിക്കും, കുറച്ച് കല്ലുകൾ വളരെ ചെറുത് പൊടിഞ്ഞു പോയതായിരിക്കും, ബാക്കിയെല്ലാം അങ്ങനെ ഒരു പ്രിൻസിപ്പിൾ ആണ്. അതിനെയാണ് നമ്മൾ നോർമാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഏതൊരു ഒറിജിനൽ ഡാറ്റ കളക്ട് ചെയ്താൽ അങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു നിയമമാണ്, ഒരു യൂണിവേഴ്സൽ ഫിനോമിന. അതുകൊണ്ട് നമ്മൾ അത് ചെക്ക് ചെയ്യുന്നു, അങ്ങനെ തന്നെയാണോ. അങ്ങനെ അല്ലാതാവുന്നത് എപ്പോഴാണ്? പലപ്പോഴും നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളുടെ സെമസ്റ്റർ എക്സാമിന്റെ മാർക്കൊക്കെ നോക്കുമ്പോൾ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. പക്ഷെ പലപ്പോഴും CE മാർക്ക്, കണ്ടിന്യൂസ് ഇവാലുവേഷൻ നോക്കുമ്പോൾ എല്ലാവർക്കും 20-ഉം 19 ആയിരിക്കും. അത് ചിലപ്പോ കണ്ടിന്യൂസ്, അത് നമുക്ക് ചിലപ്പോൾ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയ ഡാറ്റ കിട്ടാൻ സാധ്യത കുറവായിരിക്കും. എല്ലാവർക്കും ഒരേപോലെ മാർക്ക് കൊടുക്കും, 20-19 അല്ലാതെ മാർക്ക് കൊടുക്കൂല. അപ്പോ അവിടെ ശരിക്കും നോർമാലിറ്റി ഇല്ല. പക്ഷെ ശരിക്കും നമ്മളൊരു എക്സാമിനേഷൻ നോക്കുമ്പോഴൊക്കെ അവിടെയൊക്കെ ശരിക്കും നമ്മുടെ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും നമ്മുടെ സംഭവം. അതാണ്, ആ ഒരു കൺസെപ്റ്റ് ആണ് നോർമാലിറ്റി എന്ന് പറയുന്നത്. പകുതി ഇവിടെ കണ്ടോ, 68% ആളുകൾ ആവറേജിനകത്ത്, കുറച്ച് പേര് ലാസ്റ്റ് സൈഡിൽ, കുറച്ച് പേര് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ, ഇങ്ങനെയായിരിക്കും നമ്മൾ പറയുന്നത്. അപ്പൊ അതാണ്, അത് നോക്കുന്നതിന് നമ്മൾ SPS ഒരു ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അത് നമ്മൾ പഠിക്കും കേട്ടോ. അപ്പൊ അതാണ് നോർമാലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ്. നോർമൽ കർവ് ചെരിവില്ലാത്ത കർവ് ആയിരിക്കും, ഇങ്ങോട്ട് കൂടുതൽ ഇങ്ങോട്ട് കുറവൊന്നുമില്ല. അതിനാണ് നമ്മൾ സീറോ സ്ക്യൂനെസ് എന്ന് പറയുന്നത്. സ്ക്യൂനെസ് 0 ആണ്, ഇതിന് ചെരിവില്ല. ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ടു 2 പാർട്ട്. പോസിറ്റീവും നെഗറ്റീവും സൈഡിലേക്ക് സെന്ററിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഇങ്ങനെ വരാൻ സാധ്യത വളരെ കുറവാണ്, പക്ഷെ ഏകദേശം ഇതുപോലെയാണ് നല്ല ഡാറ്റകൾ കിട്ടുക. നമ്മളിനി ചെയ്യുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോ ഈ നോർമൽ കർവിന്റെ ഡാറ്റയ്ക്ക് ഏകദേശം ഒരുപോലെ ആണെങ്കിൽ, അതിൽ നിന്ന് വളരെ സിഗ്നിഫിക്കന്റ് ആയ വ്യത്യാസം ഇല്ലെങ്കിൽ നമ്മൾ പറയുന്നു അത് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അത് കമ്പയർ ചെയ്യുന്ന ഒരു ടെസ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണോ അല്ലയോ എന്ന്. ഓക്കെ, അതാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം. അതിനുശേഷമാണ് പാരാമെട്രിക് ടെസ്റ്റുകൾ തീരുമാനിക്കുന്നത്. ഇനി പാരാമെട്രിക് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതാണ് നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ. നോൺ പാരാമെട്രിക് എന്ന് പറയുന്നത് പാരാമെട്രിക്കിന്റെ ഓപ്പോസിറ്റ് ആണ്. അതായത് ടെസ്റ്റുകള് ലാർജ് സാമ്പിൾ അല്ല, കുറച്ച് സാമ്പിളേ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ, നോർമാലിറ്റി ഇല്ല, പ്രോപ്പറായിട്ട് സാമ്പിളിംഗ് ഒന്നും പ്രോസസ് ഒന്നും നിങ്ങൾ ചെയ്തില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്നതാണ് നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ. ഇതിനകത്ത് വരുന്ന ഇതിനകത്ത് കുറെ സൈൻ ടെസ്റ്റ്, 1 സാമ്പിൾ സൈൻ ടെസ്റ്റ് വരുന്നുണ്ട്. കോറിലേഷൻ നമ്മൾ പറയുകയാണെങ്കിൽ റാങ്ക് കോറിലേഷൻ, അതിന് നമ്മൾ റോ എന്ന് പറയും. സ്പിയർമാൻ കോറിലേഷൻ, സ്പിയർമാന്റെ റോ, ഇത് നോൺ പാരാമെട്രിക് കോറിലേഷൻ ആണ്. കെൻഡാൽസ് കോറിലേഷൻ, കെൻഡാൽ സ്റ്റൗ, ഇത് നോൺ പാരാമെട്രിക് കോറിലേഷൻ ആണ്. ഇതാണ് 2 നോൺ പാരാമെട്രിക് കോറിലേഷൻ. ഇനി ഇത് ഒരു സിംഗിൾ ടെസ്റ്റ്, സിംഗിൾ ഗ്രൂപ്പ് ടി ടെസ്റ്റ് നമ്മൾ പറഞ്ഞു, 1 സാമ്പിൾ ടി ടെസ്റ്റ്. അതിനാണ് നമ്മൾ 1 സാമ്പിൾ സൈൻ ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. 1 സാമ്പിൾ സൈൻ ടെസ്റ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഇൻഡിപെൻഡന്റ് സാമ്പിൾ ടി ടെസ്റ്റ് ചെയ്തു. അതിന് പകരം നമ്മൾ ചെയ്യുന്ന യു ടെസ്റ്റ് ആണ്, മാൻ വൈറ്റ്നി യു ടെസ്റ്റ്. മാൻ വൈറ്റ്നി യു ടെസ്റ്റ് ആണ് നമ്മൾ ഇൻഡിപെൻഡന്റ് സാമ്പിൾ ടെസ്റ്റ് ടി ടെസ്റ്റ്. 2 ഗ്രൂപ്പിനെ കമ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ മാൻ വൈറ്റ്നിയുടെ യു ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. ഓക്കെ, മാൻ വൈറ്റ്നിയുടെ യു ടെസ്റ്റ്. അതുപോലെ തന്നെ 1 വേ അനോവ, 3ഓ അതിലധികമോ ഗ്രൂപ്പ് ഒക്കെ വരുമ്പോൾ നമ്മൾ 1 വേ അനോവ എന്ന് പറഞ്ഞു. അതിന് പകരം ഇവിടെ ചെയ്യുന്നതാണ് എച്ച് ടെസ്റ്റ്, ക്രിസ്കൽ വാലീസ് എച്ച് ടെസ്റ്റ്. ക്രിസ്കൽ വാലീസ് എച്ച് ടെസ്റ്റ്, ക്രിസ്കൽ വാലീസ് അനോവ എന്ന് പറയും, ക്രിസ്കൽ ആണെന്ന് തോന്നുന്നു. ക്രിസ്കൽ വാലീസ് എച്ച് ടെസ്റ്റ്. ഇങ്ങനെയാണ് നമ്മൾ ടെസ്റ്റ്. പിന്നെ അതുപോലെ നമുക്ക് വരുന്ന മറ്റൊരു നോൺ പാരാമെട്രിക് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന കൈ സ്ക്വയർ ടെസ്റ്റ്. അപ്പൊ ഇതൊക്കെ നമ്മൾ നോർമാലിറ്റി തീരുമാനിച്ച് അതിനുശേഷമാണ് പാരാമെട്രിക് ആണോ നോൺ പാരാമെട്രിക് ആണോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കും. ഇതാണ് നമ്മുടെ SPSSന്റെ ബേസ് എന്ന് പറയുന്നത്.
ഈ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏത് ഡാറ്റയും അനലൈസ് ചെയ്യാം. ഏത് ടെസ്റ്റ് എപ്പോൾ ഉപയോഗിക്കും, ഏതൊക്കെ സമയത്ത് എനിക്ക് ഉപയോഗിക്കാൻ പറ്റും എന്ന് അറിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് SPSS ഉപയോഗിക്കാം. ഇനി നമ്മൾ ഇതിന്റെ കൂടെ നമ്മൾ റിലയബിലിറ്റിയും കൂടെ ചെക്ക് ചെയ്യും. റിലയബിലിറ്റി എനിക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം? റിലയബിലിറ്റി ടെസ്റ്റ് അതിന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സ്പ്ലിറ്റ് ഹാഫ് റിലയബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ SPSS ഉപയോഗിക്കുന്ന ക്രോൺബാക്സ് ആൽഫ റിലയബിലിറ്റി ഉണ്ട്. ഇതാണ് നമ്മൾ SPSS ഉപയോഗിക്കുന്ന റിലയബിലിറ്റി ടെസ്റ്റുകൾ. സ്പ്ലിറ്റ് ഹാഫ്, അത് തന്നെ ഗട്ട്മാൻ റിലയബിലിറ്റി സ്പ്ലിറ്റ് ഹാഫ് ഉണ്ട്, ക്രോൺബാക്ക് ആൽഫയുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ മൊത്തത്തിൽ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു ബേസ് ആണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. ഇനി ഞാൻ SPSS ഒന്ന് പരിചയപ്പെടുത്താം. ഇത്രയും പറഞ്ഞതില് നമ്മളിതെല്ലാം ഇനിയും പറയും കേട്ടോ. ഇനി നമ്മൾ ഓരോ ടെസ്റ്റ് വരുമ്പോഴും പറയും. ഞാൻ അതിന്റെ ഒരു ആമുഖമായാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇനി നിങ്ങൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു മോഡൽ ഡാറ്റ അല്ലെങ്കിൽ ഒരു മോഡൽ സ്റ്റഡി നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അതിനെ വെച്ചിട്ടൊക്കെ നമുക്ക് സംസാരിക്കാം. ഞാൻ അതിന്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അതിനുശേഷം നമ്മളിപ്പോ ഇനി SPSS ഒന്ന് ഓപ്പൺ ചെയ്ത് എന്തൊക്കെയാണ് അതിൽ വരുന്നത് എന്ന് നോക്കും. വാട്ട് ആർ ദ ആട്രിബ്യൂട്ട്സ് റിലേറ്റഡ് ടു SPSS, എന്തൊക്കെയാണുള്ളത്? ഓക്കെ, ആരോ ഡൗട്ട് ചോദിക്കുന്നുണ്ട്? സർ, ഇപ്പൊ ഡാറ്റ ലാർജ് ആവണമെന്ന് പറഞ്ഞല്ലോ, അതിനൊരു ലിമിറ്റ് ഉണ്ടോ? എത്ര നമ്പർ? നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സില് ലാർജ് സാമ്പിൾ എന്ന് പറയുന്നത് 30-ൽ കൂടുതലുള്ളതിനെ ലാർജ് സാമ്പിൾ എന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ പറയുന്നത്. 30-ൽ കൂടുതലുള്ള ഡാറ്റയെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി ലാർജ് സാമ്പിൾ എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുന്നത് ഡാറ്റ ഇതാണോ എന്ന്, നോർമൽ ആണോ എന്ന് നോക്കും. 30-ൽ കുറവാണെങ്കിൽ നമ്മൾ ഏറ്റവും നല്ലത് നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്, 30-ൽ കുറവ് ഡാറ്റ ആണെങ്കിൽ. വേറെ എന്തെങ്കിലും ഡൗട്ട്? എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. ഏത്? 2-way ANOVA. 2-way ANOVA. 2-way ANOVA നമ്മൾ ചെയ്യുന്നത് എപ്പോഴാന്ന് വെച്ചാൽ, അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല. 2-way ANOVA നമ്മൾ ചെയ്യുന്നത് 2-way ANOVA ചെയ്യുമ്പോൾ 2 വേരിയബിളിനെ നമ്മൾ ഒരേ സമയത്ത്, 1-way ANOVAയിൽ എനിക്ക് ഒരു വേരിയബിൾ ആണുള്ളത് അല്ലെ, ഒരു വേരിയബിൾ ഒരു കാറ്റഗറി. ഫോർ എക്സാമ്പിൾ ഇന്റലിജൻസ് 1-way ആണ് ഞാൻ പറയാൻ പോകുന്നത്. സോറി, 1-way ANOVA ഞാൻ പറയാൻ പോകുമ്പോൾ 1 വേരിയബിൾ ആൻഡ് 1 categorical variable with 3 or more groups. ഇതാണ് 1-way ANOVA. എക്സാമ്പിൾ ഞാനിവിടെ പറഞ്ഞു, ഇന്റലിജൻസ് ഓഫ് ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് ആൻഡ് സയൻസ് സ്റ്റുഡൻസ്. ഇതാണ് 1-way ANOVA. ഈ കേസിൽ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 1-way ANOVA ചെയ്യുന്നത്. ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, സയൻസ് സ്റ്റുഡൻസിന്റെ ഇന്റലിജൻസ് കമ്പയർ ചെയ്യുമ്പോൾ ഒരു വേരിയബിളേ ഉള്ളൂ ഇവിടെ. ആ ഒരു വേരിയബിളിനെ എന്ത് ചെയ്യുന്നു ഞാൻ? ഒരു കാറ്റഗോറിക്കൽ വേരിയബിൾ, 2-ലധികം ഗ്രൂപ്പുള്ള ഒരു കാറ്റഗോറിക്കൽ വേരിയബിൾ ചെയ്യുന്നു. 2-way ANOVA ആണെങ്കിൽ ഇവിടെ 1 വേരിയബിൾ ആണുള്ളത്. 1 വേരിയബിൾ ആണ് ഇവിടെ ഉള്ളത്, മെയിൻ വേരിയബിൾ, മേജർ വേരിയബിൾ. അതോടൊപ്പം തന്നെ 2 കാറ്റഗോറിക്കൽ വേരിയബിൾ വരും ഇവിടെ. 2 കാറ്റഗോറിക്കൽ വേരിയബിൾ വന്നു. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് ആൻഡ് സയൻസ് ഇത് ഞാൻ എടുത്തു, ആൻഡ് ബോയ്സ് ആൻഡ് ഗേൾസ്. ഇതിനെ എല്ലാം കൂടെ എനിക്ക് ഒന്നിച്ച് കമ്പയർ ചെയ്യണം. ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, സയൻസ് കുട്ടികളെയും അതുപോലെ തന്നെ സെക്സ് കാറ്റഗറിയും എനിക്ക് ഒരുമിച്ച് കമ്പയർ ചെയ്യണം. 2 കാറ്റഗോറിക്കൽ വേരിയബിൾ, സെക്സ് കാറ്റഗറി എന്ന് പറഞ്ഞ കാറ്റഗോറിക്കൽ വേരിയബിൾ വന്നു, സ്ട്രീം ഓഫ് സ്റ്റഡി എന്ന കാറ്റഗോറിക്കൽ വേരിയബിൾ വന്നു. മേജർ വേരിയബിൾ എനിക്ക് 1 ഉള്ളൂ, അതിവിടെ ഇന്റലിജൻസ് ആണ്. അപ്പൊ എനിക്ക് ഇവിടെ ഗ്രൂപ്പ് വരുന്ന എങ്ങനെയായിരിക്കും? ഇവിടെ എനിക്ക് 3 ഗ്രൂപ്പ് ഉള്ളൂ. ഇവിടെ നമുക്ക് വരുന്നത് എന്തായാലും 3/2 ANOVA എന്നാണ് ഇത് പറയുന്നത്. ഈ 2-way ANOVAയുടെ പേര് 3/2 ഫാക്ടോറിയൽ ANOVA എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് എങ്ങനെയാ 3/2 ഫാക്ടോറിയൽ ANOVA ആയത്? 3 ഗ്രൂപ്പ്സ് ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് അങ്ങനെ വന്നു. അതുപോലെ തന്നെ 2 ഗ്രൂപ്പ്സ് എന്ത് വന്നു? അതെ, 3 ഗ്രൂപ്പ്സ് സയൻസ്, ബോയ്സ്, ഗേൾസ് എന്ന് വന്നു. അപ്പൊ ഇവിടെ നമ്മളെ കാറ്റഗറി 6 വരുമ്പോഴേ 6 കാറ്റഗറിയിൽ വരും ഇവിടെ. അതായത് എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ
ഹ്യൂമാനിറ്റീസിലെ ബോയ്സ്, ഹ്യൂമാനിറ്റീസിലെ ഗേൾസ്, കൊമേഴ്സിലെ ബോയ്സ്, കൊമേഴ്സിലെ ഗേൾസ്, അങ്ങനെ വരും. സയൻസിലെ ബോയ്സ്, സയൻസിലെ ഗേൾസ്. ഇത്രയും 6 കാറ്റഗറി വരും. അതിനെ ഒന്നിച്ച് നമ്മൾ കാണും. ശരിക്കും നമ്മൾ ഇങ്ങനെ കാണുന്നതിനെയാണ് നമ്മൾ 3/2 ഫാക്ടോറിയൽ അനോവ. ഇത് നമ്മൾ 3/2 ഫാക്ടോറിയൽ, ഇതാണ് 2-വേ അനോവ. 2 ലെവൽസ് ആണ്. അതിനെയാണ് നമ്മൾ 2-വേ അനോവ. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ 3x2 കാറ്റഗറി വന്നു. അതുകൊണ്ട് 3/2 ഫാക്ടോറിയൽ അനോവ. ഇതാണ് നമ്മൾ ഇവിടുത്തെ 2-വേ അനോവ. ഓക്കെ, ഇതാണ് 2-വേ അനോവ. അതായത് ഒരു മേജർ വേരിയബിളും ഒന്നിലധികം കാറ്റഗോറിക്കൽ വേരിയബിളിന് ഞാൻ ഒരുമിച്ചെടുത്തു. ക്ലിയർ ആണല്ലോ? നമുക്ക് ചെയ്യാം. ഇനി നമ്മൾ എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാം. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ മേജർ സംഭവങ്ങൾ എന്ന് പറയുന്നത്. ഇനി എന്തെങ്കിലും വേറെ ഡൗട്ട്സ് ഉണ്ടോ? നമ്മൾ ഇനി നിങ്ങൾക്ക് ഇന്ന് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഉടനെ തന്നെ നാളെ തന്നെ നിങ്ങൾക്ക് SPSS ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ഇൻസ്ട്രക്ഷൻ കിട്ടും. അപ്പൊ എല്ലാവരും SPSS കയ്യിലുള്ളവര് അത് എടുക്കുക, അല്ലാത്തവര് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നതുകൊണ്ട് നമ്മൾ ഇത്രയും ബേസിക് ആണ് പറയുന്നത്. ഇനി നമുക്കറിയാം SPSS പഠിക്കാൻ ഈ ഒരു ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് മാസ്റ്റർ ആവാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾ ഇപ്പം പഠിക്കുക, അതിന്റെ കൂടെ തന്നെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. വേറെ പ്രത്യേകിച്ച് ഒന്നും നമുക്ക് ചെയ്യാനില്ല. വളരെ സിമ്പിൾ ആണ്. കുറെ ട്രെയിനിങ് ഒന്നും ഇതിന്റെ കാര്യമില്ല. ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ തന്നെ SPSS മാസ്റ്റർ ആണ്. ഇനി ഇതിനപ്പുറം നമുക്കൊന്നും പഠിക്കാനില്ല. ഇനിയൊക്കെ ചെയ്ത് പഠിക്കുക എന്നുള്ളത്. ഇനി ഞാനിപ്പോ SPSSന്റെ ഒരു ഫയൽ ഓപ്പൺ ചെയ്തു. ഇതാണ് SPSSന്റെ ഒരു വിൻഡോ. കാണാത്തവരുണ്ടെങ്കിൽ, അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. നമ്മൾ ഇന്നത്തെ ക്ലാസ് അതിന് ശേഷം വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്കൊരു 3 to 5 മിനിറ്റ്സും കൂടെ ഉണ്ട്. അതിന്റെ ഇടയിൽ നമുക്ക് സംസാരിക്കാം. അപ്പൊ ഇവിടെ എക്സെല് പോലെയാണ് ശരിക്കും SPS കാണുന്നത്. പക്ഷെ ഇവിടെ 2 ഷീറ്റുകളാണ്, ഒരു ഡാറ്റ വ്യൂവും ഒരു വേരിയബിൾ വ്യൂ. ഇതിന്റെ സക്സസ് ഓഫ് SPSS യൂസ് ചെയ്യുന്ന പറയുന്നത് ഒരു വേരിയബിളിനെ നിങ്ങൾ ഡിഫൈൻ ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റുക എന്നുള്ളതാണ് ഇതിന്റെ സക്സസ്. ഡാറ്റ വേരിയബിൾ വ്യൂവില് വേരിയബിളിനെ എഴുതാൻ പറ്റുക എന്നുള്ളതാണ്. അതിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. വേരിയബിൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ഓരോ വേരിയബിളിന്റെ നെയിം എന്താണ്, അത് ന്യൂമറിക് ആണോ, ഏത് ടൈപ്പ് ആണ്, വിഡ്ത്ത്, ഡെസിമൽ, ഇതിലൊന്നും വലിയ കാര്യമില്ല. ലേബിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ റിസൾട്ടിൽ അത് വരുന്നത് എങ്ങനെയായിരിക്കണം, ആ ഒറിജിനൽ പേരാണ്. വാല്യൂ എന്ന് പറയുന്നത് കാറ്റഗറി ആയി കൊടുക്കുമ്പോൾ ബോയ്സ് ഗേൾസ് ഇവരൊക്കെ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന നമ്പറാണ് വാല്യൂ. മിസ്സിങ് നമുക്ക് പ്രത്യേകിച്ച് ആവശ്യമില്ല. അതായത് വലിയ വലിയ കമ്പനികളൊക്കെ മിസ്സിംഗ് വാല്യൂ വരുമ്പോൾ അതിനെ റീപ്ലേസ് ചെയ്യുന്ന ഓപ്ഷൻ കൊടുക്കുന്നതിനാണ് മിസ്സിംഗ് വാല്യൂ. പിന്നെ മെഷർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നോമിനൽ ആണോ, ഓർഡിനൽ ആണോ, സ്കെയിൽ ആണോ എന്ന് പറയുന്ന സംഭവമാണ് അത്. ഇത്തരം കാര്യങ്ങളാണ്. റോള് നമുക്ക് അറിയാം, ഇൻപുട്ട് ആണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെയുള്ള ഇത് ഡിഫൈൻ ചെയ്യുന്നതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അത് കഴിഞ്ഞ് ഫയല്, എഡിറ്റ്, വ്യൂ, ഡേറ്റ, ട്രാൻസ്ഫോം, അനലൈസ്. ഈ അനലൈസിലാണ് നമ്മുടെ മുഴുവൻ കാര്യങ്ങളും ഇരിക്കുന്നത്. SPSSൽ ഡാറ്റ എൻട്രി ചെയ്ത് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് കണ്ടോ, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്, കമ്പയർ മീൻസ്, ജനറൽ ലീനിയർ മോഡൽ. ഇവിടെയാണ് നമ്മൾ 2-വേ അനോവയും മനോവയും അനക്കോവയും ഒക്കെ ചെയ്യുന്നത്. പിന്നെ കോറിലേറ്റ്, ഇതിനകത്താണ് നമ്മൾ കോറിലേഷൻ, പാർഷ്യൽ കോറിലേഷനും നോർമൽ കോറിലേഷൻ ഒക്കെ ചെയ്യുന്നത്. റിഗ്രഷൻ, ലീനിയർ റിഗ്രഷൻ ചെയ്യുന്നത് ഇവിടെയാണ്. പിന്നെ നമുക്ക് ഫാക്ടർ അനാലിസിസ് ചെയ്യുന്നത് ഈ ഡയമെൻഷൻ റിഡക്ഷൻ. ഈ സ്കെയിലിൽ പോയാണ് റിലയബിലിറ്റി അനാലിസിസ് ചെയ്യുന്നത്. പിന്നെ നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ ചെയ്യുന്നത് ഇവിടെയാണ്, നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ. ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ പിന്നെ നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് എന്താണ് നമ്മുടെ ടൈം സീരീസ് അനാലിസിസും ഒരുപാട് കോംപ്ലക്സ് അനാലിസിസുകൾ നമ്മുടെ സയൻസിലും നമ്മുടെ സ്പേസ് സയൻസിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് കോംപ്ലക്സ് അനാലിസിസ് SPSSലുണ്ട്. നമുക്ക് ആവശ്യമുള്ള, നമ്മൾ സാധാരണ സൈക്കോളജിയിലും എഡ്യൂക്കേഷനിലും സോഷ്യൽ വർക്കിലും സോഷ്യോളജിയിലും പൊളിറ്റിക്കൽ സയൻസിലും ഒക്കെ നമ്മൾ ചെയ്യുന്നത് ഈ തരത്തിലുള്ള ടെസ്റ്റുകളാണ്. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് പോയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം, ടേബിൾസ് ജനറേറ്റ് ചെയ്യാം, കമ്പയർ മീൻസ്, മോഡലുകൾ, കോറിലേറ്റ്, റിഗ്രഷൻ, ഫാക്ടർ അനാലിസിസ്,
സ്കെയില്, നോൺ പാരാമെട്രിക് ടെസ്റ്റ്, ഇതാണ് നമ്മൾ ചെയ്യുന്ന കാര്യം. ഏത് SPSS നമ്മൾ ഓപ്പൺ ചെയ്ത് ഡാറ്റ എൻട്രി ചെയ്താലും ആദ്യം നമ്മൾ ഫയലിൽ പോയി അതിനെ സേവ് ചെയ്യണം. പിന്നെ എഡിറ്റ്, വ്യൂ, ഡാറ്റ, ട്രാൻസ്ഫോം, ഇതൊക്കെ നമുക്ക് ചെറിയ ചെറിയ ആവശ്യങ്ങളുള്ളതാണ്. നമുക്കത് മനസ്സിലാക്കാം. ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്നത് ഈ അനലൈസ് എന്ന ബട്ടൺ ആണ് ചെയ്യുന്നത്. ജസ്റ്റ് ഡാറ്റ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. പക്ഷെ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം ഓർക്കുക, എപ്പോ ഞാൻ ഏത് ചെയ്തു എനിക്ക് ഉത്തരം കിട്ടും. എന്ത് നമ്മൾ എവിടെ പിടിച്ച് ഞെക്കിയാലും ആൻസർ വരും. പക്ഷേ നമ്മൾ കാൽക്കുലേറ്ററിലൊക്കെ വെറുതെ കളിക്കുമ്പോൾ ഇങ്ങനെ എന്ത് കളിച്ചാലും അതിനൊരു ആൻസർ കിട്ടുന്നത് പോലെ SPSS എന്തിനൊരു ആൻസർ കിട്ടും. പക്ഷെ അതല്ല കാര്യം. അത് ലോജിക്കലാണോ, നമുക്ക് ആവശ്യമുള്ളതാണോ, പ്രോപ്പറായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്, ആ ഒരു റീസണിങ് ആണ് നമുക്ക് ആവശ്യം. അപ്പൊ ആ റീസണിങ്ങിന്റെ ബേസിക് ആണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഇനി നമ്മൾ അടുത്ത ദിവസം നേരിട്ട് ഒരു പ്രോബ്ലം എടുത്ത് ആ പ്രോബ്ലത്തിന്റെ വേരിയബിൾസിനെ ഐഡന്റിഫൈ ചെയ്ത് അതിനെ എൻട്രി ചെയ്ത് നമ്മൾ ഇങ്ങനെ പോകുന്ന സംഭവമായിരിക്കും. നിങ്ങളും അതിന്റെ കൂടെ തന്നെ എൻട്രി ചെയ്ത് നോക്കും. ഞാൻ ആദ്യം തന്നെ വേരിയബിൾ പറഞ്ഞ് നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് വേരിയബിൾ തരും. അതിനനുസരിച്ച് നിങ്ങൾ ഇങ്ങനെ ചേർത്ത് പോവുക. ഞാൻ എക്സൽ ഷീറ്റ് അയക്കും. എക്സൽ ഷീറ്റിലെ ഡാറ്റ വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്ത് ഇങ്ങനെ പോവുക. അതായത് ഞാനും നിങ്ങളും ഒരുപോലെ ഡാറ്റ അനലൈസ് ചെയ്ത് പോകണം. അപ്പോഴാണ് അത് സക്സസ് ആവുന്നത്. അപ്പൊ ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോവാം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്നത്തെ നമ്മൾ ഉദ്ദേശിച്ചത് SPSS ഒന്ന് പരിചയപ്പെടുക എന്നുള്ളതും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അതിൽ 2 വിൻഡോസ് ആണുള്ളത്, ഡാറ്റ വ്യൂ, വേരിയബിൾ വ്യൂ. ഈ ഡാറ്റ വ്യൂ, വേരിയബിൾ വ്യൂവിൽ വേരിയബിൾ എൻട്രി ചെയ്താലാണ് നമ്മുടെ ഈ ഡാറ്റ വ്യൂവില് ഇവിടെ VAR എന്ന് കാണുന്നുണ്ട്. അവിടെ വേരിയബിളിന്റെ പേര് മാറുകയുള്ളൂ. ഇപ്പൊ അത് ആക്റ്റീവ് അല്ല. ആ വേരിയബിളിനെ നമ്മൾ എൻട്രി ചെയ്താൽ മാത്രമേ അത് ആക്റ്റീവ് ആവുള്ളൂ. വേരിയബിളിനെ നമ്മൾ ഡിഫൈൻ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഏതൊക്കെ വേരിയബിൾ ഉണ്ട് അപ്പൊ ഇതുപോലെ ഡിഫൈൻ ചെയ്ത് വെക്കാം. ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, എനിക്ക് ഇവിടെ ചെയ്യേണ്ട വേരിയബിൾ എന്തൊക്കെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു വേരിയബിളിനെ ഐഡന്റിഫൈ ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ ഇങ്ങനെ ലൈൻ ആയിട്ട് നമ്മൾ എഴുതി ഏതൊക്കെയാണ് എന്റെ വേരിയബിൾ എന്ന് പറഞ്ഞു. ഇത് കണ്ടോ, ആങ്സൈറ്റി ഒരു വേരിയബിൾ ആണ്, അത് ഇന്റർവെൽ ടൈപ്പ് ആണ്. സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് മറ്റൊരു വേരിയബിൾ ആണ്, അത് ഇന്റർവെൽ ആണ്. സെക്സ് കാറ്റഗറി ഇങ്ങനെയാണ്. ഇതൊക്കെ നമ്മൾ എഴുതി വെച്ചെന്താണ്, അതുപോലെ എനിക്ക് എന്ത് ചെയ്യാ, ഇവിടെ ഓരോന്ന് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് പോവാം. അപ്പൊ അതിനാണ് ഈ ഒരു പ്ലാൻ ഞാൻ ആദ്യം ഉണ്ടാക്കുന്നത്. നമ്മൾ പറയുന്ന പേര് ഡാറ്റ അനാലിസിസ് പ്ലാൻ. എന്ത് ഞാൻ ചെയ്യും, എങ്ങനെ ചെയ്യും, എന്തൊക്കെ ഉപയോഗിച്ച് ചെയ്യും, എനിക്ക് ഏത് ടെസ്റ്റ് ചെയ്യണം, ഇതാണ് നമ്മുടെ ഡാറ്റ അനാലിസിസ് പ്ലാൻ. ഈ പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് SPSS അത് എക്സിക്യൂട്ട് ചെയ്യാം. അപ്പൊ ഈ രീതിയിൽ ഇവിടെ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ആദ്യം ഞാൻ അക്കാഡമിക് ആങ്സൈറ്റി ഇവിടെ എൻ്റർ ചെയ്യും. രണ്ടാമത്തെ വേരിയബിൾ ആയിട്ട് ഞാൻ സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും. മൂന്നാമത്തെ വേരിയബിൾ ആയിട്ട് ഞാൻ ടൈപ്പ് ഓഫ് സ്കൂൾ ചെയ്യും, സെക്സ് കാറ്റഗറി ചെയ്യും. അങ്ങനെ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ അത് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഞാനിവിടെ വെറുതെ എന്റെ കൈ തട്ടി എക്സ് എന്നൊരു വേരിയബിൾ ആയി ഇവിടെ. ഓക്കെ, അതിന് എക്സ് എന്ന് കൊടുത്ത് ഞാനിനി ഇവിടെ നോക്കൂ, വേരിയബിൾ വ്യൂവിൽ ഡാറ്റ വ്യൂവിൽ പോയി നമുക്ക് എക്സിനെ ഇവിടെ കണ്ടോ, എക്സ് ഒരു വേരിയബിൾ ആയി അലർട്ടായി വന്നിരിക്കുന്നു. മറ്റതൊക്കെ ഇങ്ങനെ ഡിമ്മാണ്, ഇവിടെ ആക്റ്റീവ് ആയിരിക്കും. ആ ഒരു വേരിയബിൾ നമ്മളവിടെ വന്നത് കൊണ്ടാണ്. ഓക്കെ, ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇവിടെ വെച്ചിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പോകില്ല. ഈ കോർണറിൽ വെച്ചിട്ട് നമ്മൾ റൈറ്റ് ബട്ടൺ ചെയ്ത് ക്ലിയർ ചെയ്താലാണ് അത് കൃത്യമായിട്ട് പോകുന്നത്. ഓരോന്നും നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിക്കും. നിങ്ങൾ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ അത് ഇൻസ്റ്റാൾ ചെയ്ത് നിൽക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ അഡ്വാൻസ് ആയി തന്നെ നിങ്ങൾ അതുള്ളവരുടെ കൂടെ പോയിട്ട് ഇരിക്കുക. അപ്പൊ നമുക്ക് വളരെ കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാനിപ്പോ ഇന്ന് ചെയ്ത ഒരു സംഭവം, ഇനിയിപ്പോ ഞാൻ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ടെസ്റ്റ്, ഞാൻ ജസ്റ്റ് ഒരു അസൈൻമെന്റ് ഞാൻ നിങ്ങൾക്ക് പറയും. അതുപോലെ തന്നെ വായിക്കാൻ ഈ ഒരു ഫയലും അതുപോലെ തന്നെ മറ്റൊരു ഫയലും നമുക്ക് അയച്ചു തരും. ഓക്കെ, ഞാനിതിനെ week 1 എന്ന് പറഞ്ഞ് സേവ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. ഓക്കെ, അപ്പൊ ഞാനിത് സേവ് ചെയ്ത് നിങ്ങൾക്ക് അയക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ചെയ്യാനുള്ള ടാസ്ക് ഞാൻ ചെയ്യും. നിങ്ങൾ ടാസ്ക് എത്രയാണ്, നിങ്ങളെ ഈ ഒരു week 1 ടാസ്ക് എന്ന് പറയുന്നത് റീഡിങ് ടാസ്ക് ഉണ്ട്. അത് നിങ്ങൾക്ക് ഒരു മെറ്റീരിയൽസ് ഐ വിൽ ബി പ്രൊവൈഡിങ് എ മെറ്റീരിയൽ ടു റീഡ്. ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ തരും. അതുപോലെ തന്നെ ഐഡന്റിഫൈ എ പ്രോബ്ലം, ഫിക്സ് ദ വേരിയബിൾസ്. ഓക്കെ, ഇതാണ് നമുക്ക് ചെയ്യാനുള്ള ടാസ്കുകൾ ഈ ആഴ്ചത്തെ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാനിത് ഷെയർ ചെയ്യും. അതനുസരിച്ച് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആണോ? നമ്മൾ ജസ്റ്റ് ബേസിന് ഇതെല്ലാം നമ്മളിങ്ങനെ പറയുമ്പോൾ അതിന്റെ ഒരു ഐഡിയ ഞാൻ പറഞ്ഞു തന്നത് ഇത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഇനി പറയും. ഓരോ കോണ്ടെക്സ്റ്റ് വരുമ്പോഴും നമ്മൾ ഇതിനെ ആവർത്തിക്കും.
ഇപ്പൊ നമ്മൾ ഡാറ്റ അനാലിസിന്റെ ഒരു സിഗ്നിഫിക്കൻസ്, റിസർച്ച് എന്താണ്, ഒരു പ്രോബ്ലത്തിനെ എങ്ങനെയാണ് നമ്മൾ യുണീക്ക് പ്രോബ്ലം ആക്കുന്നത്, റിവ്യൂ പഠിച്ചത് കൊണ്ട് എങ്ങനെയാണ് ചെയ്യുന്നത്. ഫൈനലി നമ്മൾ ടൈറ്റിൽസ് ആയി കഴിഞ്ഞാൽ അതിലെ വേരിയബിൾസിൽ ഐഡന്റിഫൈ ചെയ്യുന്നു. ഓരോ വേരിയബിൾസും ഏത് തരത്തിലാണ്, നോമിനൽ ആണോ, ഓർഡിനൽ ആണോ, ഇന്റർവൽ ആണോ, റേഷ്യോ ആണോ തീരുമാനിക്കുന്നു. അതിനുശേഷം സ്റ്റാറ്റിസ്റ്റിക്കൽ റീസണിങ്, ഏതൊക്കെ സ്റ്റാറ്റ് എനിക്ക് വേണമെന്ന് തീരുമാനിക്കുന്നു. ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്കിന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ലാർജ് സാമ്പിളിനെ കുറിച്ച് ഒന്നുകൂടെ ഒന്ന് പറയാമോ? ലാർജ് സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ above 30 is considered as large sample. സ്റ്റാറ്റിസ്റ്റിക്സിൽ above 30 നമ്മൾ ലാർജ് സാമ്പിൾ എന്നാണ് പറയുന്നത്. അത് 30 മുകളിൽ ഉണ്ടെങ്കിൽ ലാർജ് സാമ്പിൾ ആണെന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ സാധാരണ ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ സാമ്പിൾ വലുതല്ലേ എടുക്കുന്നത്? അതോ? അതെ. നിങ്ങളിപ്പോ റിഗ്രഷൻ ഒക്കെ ചെയ്യുമ്പോഴേ ഏറ്റവും മിനിമം 200 സാമ്പിൾ എങ്കിലും ഉണ്ടാവണം എന്നാണ് പറയുന്നത്. 200 സാമ്പിൾ മിനിമം ഫോർ റിഗ്രഷൻ. അല്ലെങ്കിൽ നമുക്കത് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇഫക്റ്റ്, നല്ല ഒരു റിസൾട്ട് കിട്ടുന്നില്ല. ഏറ്റവും നല്ലത് നിങ്ങളൊരു അറൌണ്ട് ഒരു 400 to 500 സാമ്പിൾ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഫാക്ടർ അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ, എന്റെ സ്റ്റുഡൻസ് ഒക്കെ ഫാക്ടർ അനാലിസിസ് ഒക്കെ ചെയ്യുമ്പോൾ അവര് മിനിമം 400 സാമ്പിൾ എടുക്കുമ്പോഴാണ്, അതാണ് വെരി ഗുഡ് എന്ന് പറയുന്ന കാറ്റഗറി. ചില ഓരോ സ്റ്റാറ്റിസ്റ്റീഷ്യൻസും പല കാറ്റഗറിയിലാണ് സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഫാക്ടർ അനാലിസിസിന് 400 ഈസ് വെരി ഗുഡ് സാമ്പിൾ. 100 വെച്ചിട്ട് നമുക്ക് ഫാക്ടർ അനാലിസിസ് ചെയ്യാൻ പറ്റില്ല. 100 പേരെ വെച്ചിട്ടൊന്നും ഫാക്ടർ അനാലിസിസ് ചെയ്യാൻ പറ്റില്ല. ചിലർ ടൂൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ 100 പേരൊക്കെ എടുത്ത്, ഞങ്ങളൊക്കെ ചെയ്തിരുന്നു നേരത്തെ. പക്ഷെ പിന്നെ നമ്മൾ വായിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് 100 പേരെ നിന്ന് എടുത്ത് നമ്മൾ ടൂൾ വാലിഡേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. ടൂൾ വാലിഡേഷൻ ആണ് കൂടുതൽ സാമ്പിൾ നമ്മൾ എടുക്കേണ്ടത്. പിന്നെ ഫൈനൽ ഡാറ്റ കുറച്ചായാലും കുഴപ്പമില്ല. പക്ഷെ ടൂൾ വാലിഡേഷൻ ഒരു 300 പേരെങ്കിലും എടുത്ത് നമ്മൾ ചെയ്യണം മിനിമം. അതിൽ പല ആളുകളും, പല സ്റ്റാറ്റിസ്റ്റീഷ്യൻസും പല ഒപ്പീനിയനാണ്. നമ്മൾ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ തന്നെയും പല ബ്ലാക്കിന്റെ ഒക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് ബുക്കുകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും. ബ്ലാക്ക് കുറെ സ്റ്റാറ്റിസ്റ്റിക്സ്, ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട് കാണാം ഏതെങ്കിലും. അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഗാരറ്റ് അല്ലെ, ഹെൻറി ഗാരറ്റിന്റെ ബുക്കൊക്കെ നമ്മൾ സൈക്കോളജിയിലും സോഷ്യൽ സയൻസിലും HE ഗാരറ്റിന്റെ ബുക്കുകൾ വായിക്കാറുണ്ട്. സോഷ്യൽ സയൻസ്, എഡ്യൂക്കേഷനിലും സോഷ്യൽ വർക്കിലും സോഷ്യോളജിയിലും സൈക്കോളജിയിലൊക്കെ നമ്മൾ വായിക്കുന്നതാണ് ഗാരറ്റ്. ഇവരുടെ ഒക്കെ ബുക്കുകളിലൊക്കെ പറയുന്നുണ്ട്. പലരും പല രീതിയിലാണ് അതിനെ പറയുന്നത്. പക്ഷെ നമ്മൾ അഡ്വാൻസ്ഡ്, നമ്മൾ ജസ്റ്റ് ഇപ്പം പല സംഭവങ്ങളിൽ ഓരോ പേപ്പറുകൾ നോക്കുക, അവർ സാമ്പിൾ എടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന്. പല റിസൾട്ട് പല ജേർണലുകളിലും ചെറിയ സാമ്പിൾ എടുത്ത സ്റ്റഡീസ് ഒന്നും അവർ പബ്ലിഷ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക പോലും ഇല്ല. നമ്മൾ ചെറിയ സാമ്പിൾ ഒക്കെ എടുത്തിട്ടൊക്കെ സ്റ്റഡി നടത്തിയിട്ട് നമ്മൾ പേപ്പറൊക്കെ പ്രസന്റ് ചെയ്യാറുണ്ട്. പക്ഷെ ശരിക്കും അങ്ങനെയുള്ള പേപ്പറിനൊന്നും വാലിഡ് ജനറലൈസേഷൻ പറയാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് ഇപ്പോഴും നല്ലത് ലാർജ് സാമ്പിൾ എടുത്ത് ചെയ്യുന്നതാണ്. ക്ലിയർ ആണോ? ഓക്കെ സർ. ഇനി പ്രത്യേകിച്ച് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മൾ ഇനി അടുത്ത വീക്കിൽ അപ്പോഴേക്കും നിങ്ങൾ പ്രിപ്പയർഡ് ആവുക. ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. എല്ലാവരും പ്രിപ്പയർഡ് ആവുക. നത്തിങ് ടു വറി. നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവാം. അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ആവുക. ഓക്കെ സാർ, ഒന്നുകൂടെ ചോദിച്ചോട്ടെ സാർ. അപ്പൊ ഇൻ ഷോർട്ട് പറഞ്ഞു വന്നത്, ടൂൾ കൺസ്ട്രക്ഷന്റെ സമയത്ത് നമുക്ക് എന്തായാലും ലാർജ് സാമ്പിൾ വേണം. പക്ഷെ നമ്മുടെ റിസർച്ച് സ്റ്റഡിക്ക് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കന്റ് ആവാൻ ഗ്രേറ്റർ ദാൻ 30 മതി എന്നുള്ളതാണോ? അല്ല, ഗ്രേറ്റർ ദാൻ 30 അല്ലേ ഞാൻ പറയുന്നത്. വലിയ സാമ്പിൾ ഇല്ലെങ്കിലും ഒരു, ഇപ്പൊ എന്റെ സ്റ്റുഡൻസ് ഒക്കെ എടുത്തപ്പോഴേ അവർ ടൂൾ ഡെവലപ്മെന്റ് 300, 350, 400 ഒക്കെ എടുത്തു. പക്ഷെ ഫൈനൽ സ്റ്റഡിക്ക് അവർക്ക് നല്ല സാമ്പിൾ ആയിട്ട് 260, 270 ഒക്കെ കിട്ടിയുള്ളൂ. അത് കുഴപ്പമില്ല. പക്ഷെ 200 താഴെയൊന്നും ആവാൻ പാടില്ല കേട്ടോ. പിന്നെ റെയർ സാമ്പിൾ ഉണ്ടായിരിക്കും. നമ്മളിപ്പോ മെന്റലി റിട്ടാർഡ് ആയ കുട്ടികള്, അങ്ങനെയുള്ള സാമ്പിൾ നമ്മൾ പോയിട്ട് എനിക്ക് 1000 സാമ്പിൾ വേണമെന്ന് പറഞ്ഞാൽ കിട്ടാൻ പോകുന്നില്ല. ചില സാമ്പിളുകളിൽ നമുക്ക് കുറഞ്ഞ സാമ്പിളേ കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ അതിനനുസരിച്ചുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്യാം. നോൺ പാരാമെട്രിക് ചെയ്താലും കുഴപ്പമില്ല. ചിലപ്പോൾ നമ്മൾ മെന്റലി റിട്ടാർഡ് ആയ കുട്ടികളിൽ പോയി സാമ്പിൾ എടുക്കുക എന്ന് പറയുമ്പോൾ വളരെ കുറഞ്ഞ സാമ്പിളേ കിട്ടുള്ളൂ. മെഡിക്കൽ സയൻസിൽ അവർക്കൊരു സ്റ്റഡി നടത്തണം എന്ന് വെച്ചാൽ ഒരു പ്രത്യേക കേസ് എന്ന് പറയുമ്പോൾ ആ കേസ് ചിലപ്പോൾ 5 പേരൊക്കെ കിട്ടുള്ളൂ, മാക്സിമം അത്രയൊക്കെ കിട്ടുള്ളൂ. അപ്പൊ അവർക്ക് വലിയ സാമ്പിൾ എടുക്കണം എന്ന് പറഞ്ഞാൽ അതിൽ പോസിബിൾ അല്ല. കാരണം അവർക്ക് കിട്ടുന്ന ആ ഡോക്ടറെ അടുത്ത് വരുന്ന, അവർക്ക് ആക്സസ് ഉള്ള, അവർക്ക് എത്തിക്കലി പെർമിഷൻ ഉള്ള ആളുകളല്ലേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ചിലപ്പോൾ വളരെ ചെറിയ സാമ്പിൾ ആയിരിക്കും. അപ്പൊ ഒരു നോൺ പാരാമെട്രിക് ടെസ്റ്റുകളൊക്കെ ഉപയോഗിച്ചാണ് അവരുടെ സ്റ്റാറ്റിസ്റ്റിക്സ് അവർ ചെയ്യുന്നത്. അഡ്വാൻസ് ആയിട്ട് ചെയ്യുമ്പോൾ നോൺ പാരാമെട്രിക് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ.
അത് നമുക്ക് മാക്സിമം പോസിബിൾ ആവുന്ന അത്രയും സാമ്പിൾ എടുക്കുക. ഒരിക്കലും അത് ചെറുതാക്കരുത്. നിങ്ങൾക്ക് നോർമൽ ഒരു സാമ്പിൾ ആണെങ്കിൽ ബോയ്സ്, ഗേൾസ്, അല്ലെങ്കിൽ സ്കൂൾ സ്റ്റുഡൻസ്, കോളേജ് സ്റ്റുഡൻസ്, വീട്ടമ്മമാര്, മാരീഡ് ആയിട്ടുള്ള ആളുകള്, യങ് കപ്പിൾസ്, ഇങ്ങനെയൊക്കെ പറയുന്ന സാമ്പിളൊക്കെ നമുക്ക് ഒരുപാട് കിട്ടും. അപ്പൊ കുറച്ച് റിസ്ക് എടുത്ത് സാമ്പിൾ കളക്ട് ചെയ്യുക. അത് ഡാറ്റ കളക്ഷൻ പ്രോപ്പർ ആവുക. അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ്, നമ്മൾ പലപ്പോഴും കുട്ടികളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് മോശമാവുന്നതിന്റെ കാരണം ഡാറ്റ കളക്ഷൻ മോശമായിരിക്കും. ആ വഴി പോകുന്നവർക്കൊക്കെ നമ്മൾ ക്വസ്റ്റ്യനെയർ കൊടുക്കുന്നിട്ട് ഫില്ല് ചെയ്ത് തരാൻ പറയും. അവർക്ക് തോന്നിയിടത്തൊക്കെ അവർ ഫില്ല് ചെയ്ത് തരും. നമുക്ക് അവസാനം നോക്കുമ്പോൾ യാതൊരു സിഗ്നിഫിക്കന്റ് റിസൾട്ട് കിട്ടില്ല. ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ അവരോട് നിർത്തി പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി തന്നെ ഡാറ്റ കളക്ട് ചെയ്യണം. അല്ലാത്ത ഡാറ്റ കളക്ഷൻ വളരെ മോശമാണ്. നമുക്ക് കിട്ടുന്ന ഡാറ്റ വളരെ മോശമായിരിക്കും. ഒരിക്കലും ഒരു ക്ലാസ്സിൽ പോയി നിങ്ങൾ ഫില്ല് ചെയ്തു വരും, ഞാൻ അടുത്ത പീരീഡ് വരാന്ന് പറഞ്ഞിട്ട് ഡാറ്റ കളക്ട് ചെയ്യരുത്. അതിന് നിങ്ങൾ ചെയ്യാതിരിക്കുന്നതുമില്ലാണ്. ബെറ്റർ നോട്ട് ടു ഡു ദാറ്റ്. നിങ്ങൾ വെറുതെ സ്വന്തമായി ഡാറ്റ എൻട്രി വെറുതെ ഉണ്ടാക്കുന്നതാണ് അതിലേക്കാണ് നല്ലത്. നമ്മൾ അങ്ങനെ ഡാറ്റ കളക്ട് ചെയ്ത ആളുകൾ ചിലപ്പോൾ എല്ലാവരും, ഞാൻ ചില കുട്ടികളെ കണ്ടിട്ടുണ്ട്, ഒരുമിച്ചിരുന്നിട്ട് ഇത് നമുക്ക് എല്ലാവർക്കും അടുത്ത തന്നെ എല്ലാവരും എ കൊടുത്തു, അടുത്ത പേരിൽ എല്ലാവരും ബി ചെയ്തോളൂ, അടുത്ത പേരിൽ എല്ലാവരും സി ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞ് വെറുതെ വരച്ചു വെക്കുന്ന കുട്ടികൾ കാണാം. കാരണം അവർക്ക് ഇത് സീരിയസ്നെസ് അറിയില്ല. റിസർച്ചർ ഷുഡ് ഹാവ് എ കറേജ് ടു ഡു ഡാറ്റ കളക്ഷൻ. അങ്ങനെ ഒരു ഡാറ്റ കളക്ഷൻ, ഞാൻ പോയി എനിക്ക് വേണ്ട ഡാറ്റ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് അതിനെ മീഡിയേറ്റ് ചെയ്ത് എങ്ങനെയൊക്കെ ചെയ്യണം, ഏതൊക്കെ രീതിയിൽ ആകുമ്പോഴും നമ്മൾ കനോട്ട് സേ പറയും, എപ്പോഴാണ് എഗ്രി പറയുന്നത്, എപ്പോഴാണ് സ്ട്രോങ്ലി എഗ്രി പറയുക, എപ്പോഴാണ് അതിനൊക്കെ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞ് അവരെങ്ങനെ കയ്യിലെടുത്ത് റാപ്പോ ബിൽഡ് ചെയ്ത് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യണം. അപ്പോഴാണ് ഡാറ്റ കളക്ഷൻ പൂർണ്ണമാവുന്നത്. അല്ലാതെ നമ്മളൊരു സ്റ്റഡിക്ക് വേണ്ടി സ്റ്റഡി ചെയ്യരുത്. അത് ആത്മാർത്ഥമായി ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടിയിട്ട് പബ്ലിഷ് ചെയ്യാനൊക്കെ നമ്മൾ പോകണമെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസും റാപ്പോ ബിൽഡിംഗ് ഒക്കെ നടത്തി അവർക്കത് ക്ലാരിഫൈ ചെയ്ത് കൊടുത്ത്, വായിച്ചു കൊടുത്ത്, ഇംഗ്ലീഷിലാണെങ്കിൽ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്ത്, പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത്, കോണ്ടെക്സ്റ്റുകൾ കൊടുത്ത് അതിന് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ്, വലിയൊരു ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രോജക്ടറിൽ പ്രൊജക്ട് ചെയ്ത് ഈ ക്വസ്റ്റ്യൻ നോക്കൂ, ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്, നിങ്ങൾ ഇത്രത്തോളം അതിനെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ സ്ട്രോങ്ലി എഗ്രി കൊടുക്കുക. വല്ലാണ്ട് അംഗീകരിക്കുന്നില്ല എന്നാൽ നിങ്ങൾക്കൊരു താല്പര്യം ഉണ്ടെങ്കിൽ എഗ്രി കൊടുക്കുക. ഒരു തരത്തിലും നിങ്ങളുമായി ബന്ധമില്ലെങ്കിൽ കനോട്ട് സേ പറയാം. നിങ്ങൾ എതിർക്കുന്നെങ്കിൽ ഡിസഗ്രി പറയാം. ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ക്രിറ്റിസിസം ആണെങ്കിൽ സ്ട്രോങ്ലി ഡിസഗ്രി പറയാം എന്നൊക്കെ പറഞ്ഞ് കൊടുത്ത് വേണം നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാൻ. അതൊരു പ്രോസസ്സാണ്. അത് റിസർച്ചർ തന്നെ ചെയ്യേണ്ട കാര്യമാണ്. നീ കുറച്ച് ഡാറ്റ കളക്ട് ചെയ്തത് നിന്റെ സ്കൂളിൽ കുറച്ച് കൊടുക്കുക, എന്റെ സ്കൂളിൽ കുറച്ച് കൊടുക്കുക, ഇതൊന്നും ഡാറ്റ കളക്ഷൻ അല്ല. നിങ്ങൾ പോയി നിങ്ങൾ കൊടുക്കുന്ന ഇന്റർവെൻഷനിലൂടെ നിങ്ങളുടെ ഗൈഡൻസ് കൊണ്ട് നിങ്ങൾ റാപ്പോ ബിൽഡ് ചെയ്ത് എടുക്കുമ്പോഴാണ് അത് വളരെ നല്ല ഒരു ഡാറ്റയായി മാറുന്നത്. ആ രീതിയിൽ ഡാറ്റ കളക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒറിജിനൽ ഡാറ്റയുടെ സെൻസ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് നല്ല ഡാറ്റ ആയിരിക്കും, പ്യുവർ ഡാറ്റ ആയിരിക്കും, തെറ്റില്ല. എല്ലാവരും നല്ല അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഡാറ്റ എഴുതിയവരാണ്. കാരണം 40-50 ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഭ്രാന്ത് പിടിക്കുക, എവിടെയെങ്കിലുമൊക്കെ വരഞ്ഞിട്ട് തരും. അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ ഡാറ്റ മോശമാവും. ഓക്കെ, ഇനി എന്തെങ്കിലും? ഓക്കെ, അപ്പൊ നമുക്ക് നല്ലൊരു തീരുമാനം എടുക്കാം, നല്ല രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ വേറെ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, അപ്പം സ്റ്റോപ്പ് ചെയ്യാം അല്ലേ? അപ്പൊ എല്ലാവരും അടുത്ത ക്ലാസ്സിൽ ക്ലിയർ ആയിട്ട്. ഫർസാൻ എന്തെങ്കിലും ചോദിച്ചതായിരുന്നോ അതോ ചോദിക്കുകയാണോ? ഇല്ല സർ, ക്ലിയർ. ഓക്കെ, താങ്ക് യു.